എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുപമമായ മനോഹരമായ ഈ വചനത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം. നാട്ടിലാണെങ്കിലും ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. മറ്റു വിഷയങ്ങളും സംസാരിക്കാറുണ്ടെങ്കിലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തയാണ് വലിയൊരു പ്രചോദനം. ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെയും അത് പ്രസംഗിച്ച് ആരംഭിക്കാം എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി എൻ്റെ വീഡിയോകൾ കിടപ്പുണ്ട്. അത് കണ്ടിട്ടുള്ളവരുണ്ടാകും. എന്നാൽ അതിലുള്ള കാര്യങ്ങളാവില്ല ഇപ്പോൾ പറയുക. ചിലത് വന്നേക്കാം, അത്രമാത്രം. കാരണം ഈ ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തകൾ ഒരു കടൽ പോലെ വിശാലമാണ്. അത് പറഞ്ഞാലൊന്നും തീരില്ല. എങ്ങനെയാണ്? എനിക്ക് അല്പം കൂടെ മോണിറ്റർ തരാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചനത്തിലേക്ക് നമുക്കൊന്ന് അടുത്തു വരണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തിരുവായി മൊഴിഞ്ഞ ഒരു മനോഹര വചനമുണ്ട്. മനോഹരമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അന്നത്തെ കേൾവിക്കാർക്ക് അത്ര, വിശേഷിച്ച് പത്രോസിനെ പോലെയുള്ള ദൈവവൃത്യന്മാർക്ക് അത്ര സ്വീകാര്യമല്ലാത്ത വചനം. ആ വചനത്തിൽ കർത്താവ് ഓർമ്മപ്പെടുത്തിയത് ദൈവപുത്രൻ അല്ലെങ്കിൽ താൻ അവിടുന്ന് തന്നെ തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെടേണ്ടതും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെടേണ്ടതുമാകുന്നു. അതിൽ ആദ്യ വചനം ആയിരിക്കാം ഒരുപക്ഷെ ശിഷ്യന്മാർ കേട്ടത്, ശ്രദ്ധിച്ചത്. കാരണം അതിലൊരു ഭീകരതയുടെ അംശമുണ്ട്. ക്രൂശിക്കപ്പെടുക, അടക്കപ്പെടുക. അതിനപ്പുറത്തെ പ്രത്യാശയുടെ വചനം അത്ര കണ്ട് അവരെ ഉള്ളിൽ സ്പർശിച്ചില്ല. കാരണം അന്ന് വരെ അവര് ഈ 3 ദിവസമൊക്കെ മരിച്ചു പോയൊരു മനുഷ്യൻ തിരിച്ചുയർത്തെഴുന്നേൽക്കുമെന്ന ചിന്ത അത്ര ശക്തമായി അവരെ സ്വാധീനിച്ചിട്ടില്ല. അവരത് കണ്ടിട്ടൊക്കെ ഉണ്ട് യേശു ചെയ്ത്. പക്ഷെ എന്തോ ഒരു അവിശ്വാസം അവരെ ഉള്ളിൽ കിടന്നിട്ട് പത്രോസ് ആ പൊതുജന വികാരത്തെ ഉൾക്കൊണ്ടിട്ട് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ശാസിച്ചു യേശുവിനെ. എന്നിട്ട് പറയുകയാണ്, അരുത് കർത്താവേ, നിനക്കത് ഭാവിക്കരുത്. ഏത്? ക്രൂശീകരണം. എന്താ ഇതിൻ്റെ അർത്ഥം? ഞങ്ങൾ നിന്നെ കണ്ടത് എന്നേക്കും ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ ആപത്തിലൊക്കെ സൗഖ്യം തന്നുകൊണ്ടിരിക്കണം. ഞങ്ങളുടെ ആവശ്യകതകളിൽ നീ അപ്പം വർദ്ധിപ്പിച്ച് തരണം. കാറ്റും കടലും ഞങ്ങൾക്കെതിരെ വരുമ്പോഴൊക്കെ നീ ശാസിച്ചു കൊണ്ടിരിക്കണം. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുന്ന ദുരിതങ്ങളിൽ ഇന്നെങ്ങനുണ്ടോ അതുപോലിരിക്കണം. നിനക്കിത് മാത്രം ഭവിക്കരുത്. കാരണം നീ ക്രൂശിക്കപ്പെട്ടാൽ ഞങ്ങൾക്കതൊരു അപമതിപ്പാണ്. നീ ക്രൂശിക്കപ്പെടുന്നത് യഹൂദർ നിന്നെ പരിഹസിക്കും, സമൂഹം നിന്നെ കളിയാക്കും. അങ്ങയുടെ കൂടെ നിന്നു എന്ന കാരണത്താൽ ഞങ്ങൾ ഒറ്റപ്പെടും. ഭീതിജനകമായ അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോകും. ഭൗതികമായി ചിന്തിച്ചാൽ ക്രൂശിനെ സഹിക്കുക ചിന്തിക്കാനാവാത്ത ഒന്നാണ്. അതുകൊണ്ട് നിനക്കിത് ഭാവിക്കരുത്. ശാസിച്ചു എന്നാണ് യേശുവിനെ. എത്ര വിചിത്രമാണ്! ശിഷ്യൻ ഗുരുവിനെ ശാസിച്ചു. അതന്നെ വലിയ തെറ്റ്. ശിഷ്യൻ ആരാണ്? ശാസിക്കാൻ അവകാശമില്ല. ഗുരു പറയുന്നതൊക്കെ കേൾക്കാൻ, അനുസരിക്കാൻ ബാധ്യസ്ഥനാ. അല്പം മുമ്പ് പത്രോസിനെ കുറിച്ച് വളരെ പ്രശംസനീയമായ ചിലത് ഗുരു പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന വാഗ്ദത്തത്തിന് തൊട്ടു മുമ്പ് ഇതേ ശിഷ്യനാ കണ്ടെത്തിയത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഈ കണ്ടെത്തൽ റിസർച്ച് ചെയ്തൊന്നും കിട്ടിയതല്ല, അന്വേഷിച്ചറിഞ്ഞതല്ല, പൈതൃകമായി നിനക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതുമല്ല. മറിച്ച് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി ഞാൻ ആരാണ്. ആ വെളിപ്പാടിൽ
ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ബേസയിദ കടൽ തീരത്ത് മത്സ്യം പെറുക്കിയും വല വീശിയുമൊക്കെ ജീവിച്ച ഒരു സാധാരണ മനുഷ്യനെ പ്രശംസിച്ച് ആ കണ്ടെത്തലിനെ അഭിനന്ദിച്ചിട്ട് പറയുക, നീ ഭാഗ്യവാൻ, നീ കൃപയുള്ളവൻ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. കാരണം നിന്നിലാണ് ഈ വെളിപ്പാട് വന്ന് സങ്കലനം ചെയ്തത്, പൂരിപ്പിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഇതൊക്കെ ആണെങ്കിലും ഈ അധ്യായം അധികം ദൂരം പോകുന്നതിന് മുമ്പ് ഇതേ യേശു പത്രോസിനെ സാത്താനെന്നും വിളിച്ചു. മനസ്സിലായില്ലേ? അധ്യായത്തിൽ തന്നെ, സെയിം അധ്യായത്തിൽ. കാരണം നീ ക്രൂശിക്കപ്പെടാൻ പാടില്ല. ഈ വാക്ക് പറഞ്ഞപ്പോൾ സാത്താനെ, അതിൻ്റെ അർത്ഥം എന്താ? ക്രൂശ് അതാണ് ശരിക്കുള്ള വെളിപ്പാട്. അതിന് വിപരീതമായ ഏതൊരാശയവും സാത്താന്യമാണ്. ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്തുന്നതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ദൗത്യം. ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ച് പറയുന്നതാണ് സുവിശേഷം. കാരണം ശത്രു ഭയക്കുന്ന ഏറ്റവും സുശക്തമായ ആയുധത്തിൻ്റെ പേരാണ് ക്രൂശ്. ആ ക്രൂശിൽ നിന്നൊഴുകുന്ന പുണ്യാഹ രക്തമാണ് മനുഷ്യരാശിയുടെ മുഴുവൻ വിടുതലിന് ഹേതുവായി തീർന്നിരിക്കുന്ന ദിവ്യ ഔഷധമെങ്കിൽ ആ ക്രൂശും ആ ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്തുന്ന ഇടത്ത് ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി വെളിപ്പെടുമെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും ഹൃദയത്തിൽ ക്രൂശിനെ ഉയർത്തിക്കൊണ്ടിരിക്കണം. ക്രൂശിനെ ഉയർത്താൻ കിട്ടുന്ന ഒരവസരം പാഴാക്കരുത്. അത് പാട്ടിലൂടെ, ആരാധനയിലൂടെ, അല്ലെങ്കിൽ ദൈവവചന കേൾവിയിലൂടെ ആ ക്രൂശിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കണം. ക്രൂശ് ശുദ്ധീകരണമാണ്, ക്രൂശ് ശക്തീകരണമാണ്, ക്രൂശ് രോഗശാന്തിയാണ്, ക്രൂശ് വിടുതലാണ്, ക്രൂശ് പാപത്തെ ജയിക്കുന്ന ഏറ്റവും ദിവ്യമായ ദൈവിക ഇടപെടലാണ്. ആ ക്രൂശിനെ നമുക്കിങ്ങനെ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ വചനം കേൾക്കാൻ. നമ്മൾ ഓർക്കും, നമ്മൾ പണ്ടേ ക്രൂശിനെ അറിഞ്ഞൊക്കെ വന്നവരാണ്. ഈ മാനസാന്തരം, ക്രൂശ്, ഇങ്ങനെയൊക്കെയുള്ള സന്ദേശം നമുക്കുള്ളതല്ലല്ലോ, പുറം ലോകത്തിനുള്ളതാണ്. അങ്ങനെയല്ല. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളോടും ദൂതറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, കർത്താവ് തന്നെ പറയുക, മാനസാന്തരപ്പെടണം. കർത്താവ് തന്നെ കൃത്യമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് ആ സന്ദേശം നമുക്കും ബാധകമാണെന്ന് പറയുക. അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആദ്യം ഈ ശിഷ്യന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും അങ്ങനെ അങ്ങ് ക്രൂശിനെ സ്വീകരിക്കില്ല. അതിന് കാരണമുണ്ട്. ആ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. ഈ ക്രൂശിനെ സ്വീകരിക്കാൻ, ക്രൂശിനെ ആസ്വദിക്കാൻ, ക്രൂശിന്റെ വഴിയേ നടക്കുക എന്നത് ഒരു പ്രകടനപരത പോലെയൊക്കെ ചെയ്യാൻ മനുഷ്യന് പറ്റും. അങ്ങനെയാ ഈ ഹോളി ലാൻഡ് ടൂറൊക്കെ ഉണ്ടല്ലോ. ആക്ച്വലി അത് ഹോളി ലാൻഡ് അല്ല, ബൈബിൾ ലാൻഡ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ബൈബിൾ ലാൻഡ്. അവിടെയൊക്കെ ക്രൂശിൻ്റെ വഴിയെ ആളുകൾ ഈ ക്രൂശും ചുമന്നുള്ള യാത്രയൊക്കെ ഉണ്ട്. അവരെ ആ പ്രോഗ്രാമൊക്കെ വളരെ രസകരവും ചിന്തനീയമാണ്. അവരെ വിമർശിക്കല്ല. അത്തരം ഒരു അനുകരണം ആർക്കും സാധിക്കും. പക്ഷെ ക്രൂശിനെ സഹിക്കുക പ്രയാസമാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഈ ശിഷ്യനറിയാം. അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ ചില മിനിറ്റുകൾ ഒന്ന് പറഞ്ഞ് നേരെ ഉള്ളടക്കത്തിലേക്ക് കിടക്കാം. സന്തോഷമാണോ? എൻ്റെ ഒരു ശൈലി ഇങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ? ഈ ഉണർവുണ്ടാകാൻ ഞാനായിട്ട് സ്വന്തം നിലയിൽ ഒരു പ്രയോഗം നടത്താറില്ല. അല്ലാതെ ഉണ്ടാകുമെങ്കിൽ അത് സ്ഥായി ആയിരിക്കും. ഹല്ലേലൂയ. ഈ പറഞ്ഞ് നമ്മൾ പറയിപ്പിക്കുന്ന സ്തോത്രത്തെക്കാൾ ഗ്രാവിറ്റി കൂടുതലുള്ളത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ. തികവാർന്നൊരു നന്ദി പറയണമെന്ന് പോലുമില്ല. ആ മുഖം കാണുമ്പോൾ നന്ദി എന്താണെന്ന് കാണുന്ന ആളിന് മനസ്സിലാവൂല്ലേ? അത് ക്രൂശുമായി ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ബോധ്യം വരും. എന്തുകൊണ്ടാണ് ഈ അരിമശിഷ്യനായ പത്രോസ് നിനക്കത് ഭാവിക്കരുതേ എന്ന് പറഞ്ഞത്? കാരണം ആ മനുഷ്യന് ക്രൂശ് എന്തെന്ന് അറിയാം. അതിൻ്റെ മാരക ശിക്ഷയുടെ കാഠിന്യം അറിയാം. അതിൻ്റെ ഭീകരത അറിയാം. കാരണം അദ്ദേഹം ഇത് കണ്ടിട്ടുണ്ട്. എന്താണത്? പഴയ നിയമം മുഴുവൻ നിങ്ങൾ പരതിയാൽ ക്രൂശ് എന്നൊരു പദം കാണാനാവില്ല. പഴയ നിയമത്തിലെങ്ങും ക്രൂശിക്കപ്പെട്ടൊരു മനുഷ്യനുമില്ല. പഴയ നിയമ കാലഘട്ടത്തിൽ ജൂതന്മാർക്കിടയിലും ആ സമൂഹത്തിലും നിലനിന്നിരുന്ന ശിക്ഷാരീതികൾ 4 വിധമായിരുന്നു. കുറ്റവാളിയെ കല്ലെറിഞ്ഞു കൊല്ലേണം, സ്റ്റോണിങ്. കുറ്റവാളിയെ
കഴുത്ത് ഞെരുക്കിക്കൊല്ലേണം, സ്ട്രാംഗ്ലിംഗ്. കുറ്റവാളിയെ തൂക്കിക്കൊല്ലേണം, ഹാങ്ങിങ്. ഹാമാൻ്റെ ഒക്കെ ചരിത്രം അറിയാമല്ലോ. കുറ്റവാളിയുടെ തലയെറുക്കാം, ബിഹഡിങ് ഓർ സോഡിങ്. ഈ 4 രൂപ ശിക്ഷകളെ ഉള്ളൂ. ക്രൂസിഫിക്ഷൻ ഇല്ല. പ്രവചന രൂപേണ പരോക്ഷമായി കിടപ്പുണ്ട്, പ്രത്യക്ഷമായി ക്രൂശ് എന്നൊരു പദമില്ല, ക്രൂശീകരണം എന്നൊരു വാക്കുമില്ല. എന്നാൽ എന്താണ് അതിൻ്റെ കാരണമെന്നറിയണ്ടേ? ക്രൂശ് മരണം ചരിത്രത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഈ പഴയ നിയമത്തിൻ്റെ അവസാന കൃതിയും എഴുതി ഒരു 100 കൊല്ലം കഴിഞ്ഞാണ്, ഒരു നൂറ്റാണ്ട്. അത് ഫിനീഷ്യരാണ് തുടങ്ങി വെക്കുന്നത്. പിന്നെ അടുത്തടുത്ത ലോകമൊക്കെ ഇത് പകർത്തി. ഫിനീഷ്യര്, ഗ്രീക്കുകാര്, പേർഷ്യക്കാരൊക്കെ പകർത്തി ഈ ശിക്ഷ. പക്ഷെ വ്യാപകമായ നിലയിൽ ഇത് ചെയ്തത് പിൽക്കാലത്ത് റോമക്കാരാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ 400 കൊല്ലങ്ങളുടെ അകലമാണ്, നിങ്ങൾക്കറിയാം. അതിൽ പഴയ നിയമത്തിന്റെ അവസാന കൃതിയും കഴിഞ്ഞൊരു 100 കൊല്ലം കഴിഞ്ഞ് ക്രൂശുമരണം തുടങ്ങിയെങ്കിൽ ക്രൂശുമരണത്തിന്റെ പ്രായം, ആ ചരിത്രം 300 കൊല്ലത്തെയാണ്. ആ 300 കൊല്ലത്തിനിടയ്ക്ക് വ്യാപകമായ നിലയിൽ ക്രൂശുമരണം നടപ്പിലാക്കിയത് റോമക്കാരാണ്. അതുകൊണ്ട് ഈ ശിക്ഷ കണ്ട റോമൻ ചരിത്രകാരനായ സ്ട്രാബോ പറഞ്ഞു, ഞാൻ കണ്ടതിൽ ഏറ്റവും ഭീകര മരണം, ഏറ്റവും കിരാത മരണം, ബീവത്സമായ മരണം, ഇത് ഭീകരമാണ്. ഭീകരം എന്ന് പറയാൻ കാരണം എന്താ? എല്ലാ മരണത്തിനും തത്വത്തിൽ എഫക്റ്റ് ഒന്നായിരിക്കും. മനഃശാസ്ത്രപരമായിട്ട് നിരീക്ഷണം ചെയ്തൊരു മനുഷ്യൻ ഏറ്റവും ഭീകര മരണത്തെപ്പറ്റി പറഞ്ഞത് കഴുത്ത് ചരിച്ചുള്ള മരണമാണെന്നാണ്. എൻ്റെ കാരണം അന്ത്യനിമിഷം വരെ ഈ കൊലപ്പെടുത്തുന്നവൻ്റെ ഭീകരമുഖം കണ്ട് മരിക്കണം. ഇയാൾ കൺമുമ്പിൽ നിൽക്കല്ലേ, അവനിങ്ങനെ ആസ്വദിക്കുക നമ്മുടെ മരണം. പക്ഷെ അതിലും ഭീകര ക്രൂശ് മരണമെന്ന് ഞാൻ പറയും. അന്ത്യനിമിഷത്തിൽ ഒരുത്തൻ കഴുത്ത് ഞെരിക്കുന്ന പോലെയല്ല, 100 കണക്കിന് ആളുകൾ ചുറ്റും നിന്ന് പരിഹസിക്കണം. പരിഹാസം കേട്ട്, ആക്ഷേപം കേട്ട്, പീഡിപ്പിക്കപ്പെട്ട്, മാനസിക ശാരീരിക മണ്ഡലങ്ങളെ മുഴുവൻ ഒരുപോലെ ടോർച്ചർ ചെയ്ത് സംഭവിക്കുന്ന മരണം, ഇത് റോമൻ ശിക്ഷയാണ്. ഈ ക്രൂശ് എന്ന പദം നമുക്ക് കിട്ടിയത് റോമൻ ഭാഷയായ ലാറ്റിൽ നിന്നാണ്. റോമക്കാർ ഇതിനെ വിളിച്ചത് ക്രക്സ് എന്നാണ്. ക്രക്സ്. ഈ ക്രക്സിൻ്റെ ഇംഗ്ലീഷാണ് ക്രോസ്. അത് മലയാളീകരിച്ചതാണ് ക്രൂശ്, കുരിശ് എന്നൊക്കെ പറയുക. ഗ്രീക്കില് ഇതിന് പറയുന്ന പേര് സ്റ്റൗറോസ് എന്നാണ്. ഈ സ്റ്റൗറോസ് എന്ന പദത്തിന് ദണ്ഡനത്തടി, ദണ്ഡന സ്തംഭം, പീഡിപ്പിക്കാനുള്ള ഒരു തൂണ്, ഒരു മരത്തടി എന്നർത്ഥം. നമ്മുടെ മനസ്സിൽ പലരും കണ്ടു പരിചയിച്ചതോ കാഴ്ചകളിൽ കണ്ടതോ ആയ ക്രൂശിൽ നിന്ന് വിഭിന്നമാണ് ബൈബിളിലെ ക്രൂശ്, ചരിത്രത്തിലെ ക്രൂശ്. ഇങ്ങനെ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും വെച്ചിട്ടുള്ള ലംബവും തിരശ്ചീനവുമായ 2 തടിക്കട്ടകൾ. ആ തടിക്കട്ടകൾക്ക് ഒരു ചതുര രൂപമല്ല, ഉരുളൻ തടിയാണ്. ആ തടി ഒരാശാരി വന്ന് പണിത് മിനുക്കിയെടുക്കുന്ന ഏർപ്പാടുമില്ല. ആ തടി തുളയിട്ട് സുഷിരമിട്ട് പരസ്പരം കടിപ്പിക്കുന്ന രീതിയുമില്ല. ആ തടി ക്രൂശായി അങ്ങനെ ആണിയടിച്ച് റെഡിയാക്കി തോളിൽ വെക്കുന്ന ഏർപ്പാടുമില്ല. ഇതിൽ ഒരു തടി ചുമന്നാൽ മതി. ചുമക്കേണ്ടത് ആ വിലങ്ങൻ തടിയാണ്, സ്റ്റെമ്മല്ല. ആ സ്റ്റെമ്മിനൊരു പേര് പറയാറുണ്ട്, സിംപ്ലക്സ്. ഈ സിംപ്ലക്സ് എന്ന തടി ഇതും ചേർത്തൊരു മനുഷ്യന് ചുമക്കാൻ കഴിയില്ല. അത് നമ്മൾ കാണുന്നതൊക്കെ അതിശയോക്തിപരമാ. ഈ തടി നേരത്തെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ചിരിക്കണം. ക്രൂശീകരണം നടക്കുന്ന ഇടത്ത് സ്റ്റെം അവിടെ കാണണം, സിംപ്ലക്സ്. ഈ ലാറ്റിൻ ഭാഷയിൽ വിലങ്ങൻ തടിക്കൊരു പേര് പറയും, പാറ്റീബുലം. ഇതാണ് ചുമക്കേണ്ടത്. ഈ തിരികെയുള്ള ആ ക്രോസ് ബാറാണ് ചുമക്കേണ്ടത്. ആ ക്രോസ് ബാറോട് ചേർത്ത് ഈ വിക്ടിമിൻ്റെ കൈ രണ്ടും കയറുകൊണ്ട് ബന്ധിക്കും. നേരെ തോളിലേക്ക് ഇത് വെക്കും. അതിൻ്റെ ആ പരുക്കൻ പ്രതലങ്ങൾ വന്ന് തോളിൽ ഉരുമി തോളിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കും. വലിയ കനമാണ്. അങ്ങ് ചെന്നിട്ട് ഇതേ കയറുകൾ അഴിച്ചെടുത്ത് ഈ തടി ബന്ധിക്കുകയാണ് പതിവ്. നമ്മൾ കാണുന്ന അത്രേ
ആഡംബരപൂർണമായ ഡെക്കറേറ്റഡ് ഒരു ക്രൂശൊന്നുമല്ല. ആ തടി തന്നെ കണ്ടാൽ ഭീകരമാ. പക്ഷെ നമ്മളതൊക്കെ മിനുക്കി പോളിഷ് ചെയ്ത് ഒത്തിരി വൃത്തിയാക്കി. ഭക്തി നിമിത്തമാകാം, എന്തുമാകട്ടെ. വസ്തുത അങ്ങനല്ല. യഥാർത്ഥ അളവിൽ ആ ക്രൂശിനെ ഉൾക്കൊള്ളാൻ നമുക്കൊരുമിച്ച് ആ ക്രൂശിന്റെ മുഴുവൻ ചിന്തകൾ ഹൃദയത്തിലൊന്ന് ആവഹിക്കണം, ഹൃദയത്തിലൊന്ന് സ്വാംശീകരിക്കണം. കാരണം അത് നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. അത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പാപബോധത്തെ ശുദ്ധീകരിച്ച് കരുത്തരാക്കും. അത് നമുക്ക് ബലം തന്നുകൊണ്ടിരിക്കും, അത് നമുക്ക് അനുതാപം തന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികത മാത്രമല്ല, നമ്മൾ പോകാനിരിക്കുന്ന നിത്യതയുടെ കനം, ആ തേജസ്സേറിയ അനുഭവം ഈ ക്രൂശ് വ്യക്തമാക്കും. ഈ ക്രൂശിൽ നിന്നാണ് തേജസ്സിന്റെ ആവിർഭാവം. നമ്മുടെ യാത്ര തുടങ്ങേണ്ടത് അവിടുന്നാണ്. ഈ രണ്ട് ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയുമുണ്ട് ക്രൂശീകരണം സംബന്ധിച്ച് തിരുത്തേണ്ട ചില കാര്യങ്ങൾ. ഞാനതുകൂടി പറഞ്ഞിട്ട് അകത്തേക്ക് വരാം. നമ്മൾ കണ്ട ചിന്തകൾ നമുക്ക് ഒത്തിരി വ്യത്യാസമാണ്. ഈ ക്രൂശിക്കുന്ന രീതിയും വ്യത്യാസമാണ്. ക്രൂശിക്കപ്പെട്ട ആളിൻ്റെ ശരീരം നിലത്തിറക്കി കിടത്തുകയോ കുഴിയെടുത്ത് അടക്കുകയോ ചെയ്യരുത്. യേശുവിനെ അതൊക്കെ ചെയ്തു. അതിൻ്റെ കാരണം സമയം പോലെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നാളെ ഉണ്ടല്ലോ ദൈവാത്മാവ് അങ്ങനെ ഒരു നിയോഗം തന്നാൽ പറയാം. രണ്ടാമത്തെ കാര്യം, ക്രൂശിക്കപ്പെട്ടവനെ കത്തിച്ച്, അതായത് ക്രീമേഷൻ, അതും പാടില്ല. ബെറിയല് പാടില്ല, ക്രീമേഷൻ പാടില്ല, ദഹിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനെ നിലത്തിറക്കരുതെന്ന് ചോദിച്ചാൽ, ഈ ക്രൂശുമരണം നടപ്പിലാക്കുന്ന റോമൻ ഭരണകൂടത്തിന് ഭൂമി ഒരു ദേവതയാണ്. ഈ ഹതഭാഗ്യന്റെ, കള്ളനായി മുദ്ര കുത്തപ്പെട്ടവന്റെ, ദുർമാർഗിയുടെ ശരീരത്തെ ഏറ്റെടുക്കേണ്ട ആവശ്യം ഈ ഭൂമിക്കില്ല. അവിടെ ജനവികാരം ഇവർക്കെതിരാകും. അതുകൊണ്ട് കുഴിയെടുത്തടക്കരുത്, കത്തിക്കാൻ പാടില്ല. അഗ്നി അവർക്ക് ദേവനാണ്. ആ ദേവൻ അവരോട് കോപിക്കും. അതുകൊണ്ട് തീക്കുള്ളിലും ഈ ഹതഭാഗ്യനെ, ഈ കുറ്റാരോപിതനെ, ഭീകരനെന്ന് മുദ്ര കുത്തിയവനെ, അധർമ്മിയെന്ന് ലോകം മുദ്ര കുത്തിയവനെ തീക്കകത്തും വെക്കരുത്. കടലിലൊഴുക്കാമോ? പാടില്ല. കടൽ, ജലം ദേവതയാണ്. ഇപ്പം ജലത്തിന് വേണ്ട, തീക്ക് വേണ്ട, ഭൂമിക്കും വേണ്ട. തങ്ങളുടെ ഗുരു ഇത്തരത്തിൽ ക്രൂശിൽ കിടക്കുന്ന കാണാൻ ത്രാണിയില്ലാതൊരുത്തൻ പറഞ്ഞു പോയതാ, നിനക്കത് ഭവിക്കരുതേ, നിനക്കത് ഭവിക്കരുതേ. ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല ഗുരു, സഹിക്കാൻ വയ്യ ഗുരു, നിന്നെ പിരിയാൻ വയ്യ ഗുരു. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ പത്രോസിന്റെ ആ ഹൃദയം കൂടെ നമ്മൾ ഉൾക്കൊള്ളണം. സാത്താനെ എന്ന് വിളിവരും, ശാസന വരും, പക്ഷേ എൻ്റെ വിഡിത്തങ്ങളാകാം, എൻ്റെ കുറവുകളാകാം. നിന്നെ പിരിയാൻ വയ്യ ഗുരു. അവിടുന്നാണ് എൻ്റെ സർവസ്വവും, എൻ്റെ ചിന്തയുടെ മുഴുവൻ പ്രചോദനം അങ്ങാണ്. ഏതായാലും ഈ മുറിക്കുന്ന കർത്താവിന് നമ്മുടെ മുറിവുണക്കാനും പറ്റും. തല്ലിയ ദേഷ്യമാണെങ്കിൽ മുറിവുണക്കാനും അവനെ സാധിക്കൂ. ആ തമ്പുരാൻ്റെ തല്ല് കിട്ടുന്നതൊക്കെ ഭാഗ്യവും അനുഗ്രഹമാണ്. അതിൻ്റെ കാരണം എന്താ? എനിക്ക് 3 മക്കളാണ്. അതിൽ ഈ പെൺകുട്ടികളെ പിതാക്കന്മാർ അങ്ങനെ അങ്ങ് തല്ലാറില്ലല്ലോ, വഴക്ക് പറയാ. ആൺകുട്ടിക്ക് 2 അടിയൊക്കെ കൂടുതൽ കൊടുക്കും. അങ്ങനെയാണ് ഈ പിതാക്കന്മാരുടെ സ്വഭാവ രീതി, പ്രകൃതി സഹജമാണ്. പക്ഷെങ്കിൽ ഈ പെൺപിള്ളേരൊന്നും തല്ലിക്കഴിഞ്ഞാൽ വലിയ പാടാ. അവർ വൈകിട്ട് ഡിന്നർ കഴിക്കില്ല, ചപ്പാത്തി കൊടുത്താൽ കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. അവിടെ പിണങ്ങി കിടക്കും. പിണങ്ങി കിടക്കുന്ന ആ മോളെ കണ്ടിട്ട് പാപ്പ പറയും, എന്തേ വരാഞ്ഞ അവള്? അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ പറയാം വേണ്ടേ, കൊടുക്കണ്ട. അമ്മ പറയും അഹങ്കാരി, അവിടെ കിടക്കട്ടെ, വേണേ വന്ന് കഴിയും. ഇതാ മാമി അല്ലേ അമ്മ. പക്ഷെ അപ്പൻ ആ ചപ്പാത്തി ഒരു പീസ് എടുത്ത് ഒന്ന് കഴിക്കാൻ നോക്കി, സാധിക്കില്ല. വന്നേ മോളിഞ്ഞു വന്നേ, അവൾ വരില്ല. നിങ്ങൾ ചെല്ലാതെ അവൾ വരില്ല. അപ്പൻ ഇതൊക്കെ വെച്ചിട്ട് ആ മുറിയിലേക്ക് അവളെ വിളിക്കാൻ കയറുമ്പോൾ അമ്മ പറയും, നിങ്ങളാ അവളെ ഇതുപോലെ ആക്കുന്നത്, വേറെ പോയി ജീവിക്കാനുള്ള ഈ ദുശീലെല്ലാം പഠിപ്പിക്കരുത്. അപ്പൻ്റെ ഹൃദയതാ. അപ്പനവിടെ ചെല്ലും, വഴക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ആകെ ചെയ്ത കുറ്റം. കാരണം അവർക്ക് സഹിക്കാൻ വയ്യ അപ്പൻ്റെ വഴക്ക്. അത് വലിയ മുറിവാ. അവളെ അരികിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ
അവളും കരയും, അപ്പനും കരയും. നമുക്കൊരു സ്വർഗസ്ഥ പിതാവുണ്ട്. നമ്മളെ ശിക്ഷിച്ചിട്ട് ചിലപ്പോഴൊക്കെ അവൻ മാറോട് ചേർത്ത് പിടിക്കും, ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. എന്തൊരു സ്വാന്തനമാണ് അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന എന്തൊരു ആനന്ദമാണ്. ഈ രാത്രി വചനം കേൾക്കുമ്പോൾ ആ സുഖവും സായുജ്യമൊക്കെ അനുഭവിപ്പാൻ നമുക്കൊന്ന് തീർന്നു നിൽക്കാം. അങ്ങനെ പലപ്പോഴും ശിക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെ തല്ലിയിട്ടുണ്ട്. പക്ഷെ നിന്റെ ശബ്ദം, നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ സർവസ്വവും. ഗുരു, നിനക്കത് ഭവിക്കരുത്. പത്രോസിന് ഇഷ്ടമില്ലഞ്ഞിട്ടല്ല ഗുരു, നിനക്കത് ഭവിക്കരുത്. പക്ഷെ യേശു ക്രൂശിക്കപ്പെട്ടേ പറ്റൂ. അപ്പോൾ ഞാൻ ക്രൂശീകരണത്തെ പറ്റി മൊത്തം പറഞ്ഞില്ലല്ലോ. ഒത്തിരി ചരിത്രമുള്ളത് കൊണ്ട് ചരിത്രം വല്ലാതെ പറഞ്ഞു പോയാലും മനുഷ്യന് മുഷിയും, അതാണ് ഒരു കാര്യം. പക്ഷെ യേശുവിൻ്റെയും ക്രൂശിൻ്റെയും ചരിത്രം അങ്ങനൊന്നും മുഷിയില്ല. അതിനുള്ളിൽ കിടപ്പുണ്ട് ചില ജീവൻ്റെ തന്തുക്കൾ. അതിങ്ങനെ നമുക്ക് ഉന്മേഷം പകർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ചിലരുടെ ഉണർവുകൾ അങ്ങനെയാണെന്നേ. നമ്മൾ ഈ ഉണർവിന് കൊടുത്ത ചില മാനദണ്ഡങ്ങളുണ്ട്. ഉണർവെല്ലായ്പ്പോഴും ബഹളമയമാകണമെന്ന് ചടിക്കാൻ വയ്യ. കുടയൂത്തുകാർ ചേർന്ന് കോലാഹലങ്ങൾ ഉണ്ടാക്കി ഒരു മൃതശരീരവും കൊണ്ട് വഴിയെ വരിക. കരയാൻ കണ്ണീരില്ലാതൊരു സ്ത്രീ നടന്നു വരിക. ചിലരൊക്കെ നിന്ന് ബഹളം വെക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ഈ ഗുരു ആ ശവമഞ്ചത്തെ തടഞ്ഞ് വഴിയിൽ നിന്നു. ആ ഗുരു ശബ്ദിച്ചു. ഗുരു കരം തൊട്ടപ്പോൾ ശബ്ദമില്ലാത്തൊരു ഉണർവ് ഈ നിർജീവ ശരീരത്തിൽ രൂപപ്പെട്ടെങ്കിൽ, ഉണർവ് എപ്പോഴും ശബ്ദമയം മാത്രമല്ല, നിശബ്ദമായ ചില ഇടങ്ങളിൽ, വേദനിക്കുന്ന ചില ഇടങ്ങളിൽ, മുറിവേറ്റ ചില ഹൃദയങ്ങളിൽ ആശ്വാസപ്രദനായി ഈ ഗുരു ഇന്ന് തൊടുന്നുണ്ട്. ആ വലിയ സാന്ത്വനം നമ്മുടെ മുറിവുണക്കട്ടെ. അത് നമുക്ക് ജീവനെ തരട്ടെ, അത് നമുക്ക് ശക്തി പകരട്ടെ. ഹല്ലേലൂയ. പ്രിയരേ, ഇവിടെ ഞാൻ പറഞ്ഞു 3 തരം ശവസംസ്കാര രീതിയും പറ്റില്ല. പിന്നെ എന്ത് വേണമെന്ന് അറിയണ്ടേ? ക്രൂശിക്കപ്പെട്ടവൻ്റെ ശരീരം ക്രൂശിൽ തന്നെ കിടക്കണം. അത് പക്ഷികൾക്കുള്ളതാണ്. ആകാശത്തിലെ പറവകൾക്ക്, കാക്കകൾ കൊത്തി ഇരുന്ന് താഴെ വീഴുന്ന മാംസക്കഷണങ്ങൾക്ക് കഴുകന്മാർ കാത്തുനിന്ന് കുറേ നേരം കാക്കയും മറ്റു പക്ഷികളും കൊത്തുമ്പോൾ കവിളും കണ്ണും മാംസള ഭാഗങ്ങളൊക്കെ താഴെ വീഴും. കുടൽമാലകൾ തെറിച്ച് താഴെ വീഴും. നായ്ക്കളും നരികളും ഓലിയിട്ടതിന് ചുറ്റും കൂട്ടും ഈ ഭീകര മരണം. ഒപ്പം നിരവധി പേരെ ക്രൂശിക്കും. ഇതൊരു ദിവസം കരുതി വെച്ചിരിക്കുക. നിരവധി അധർമ്മികളെ ക്രൂശിക്കും. അവിടെ മുഴുവൻ കേൾക്കുന്നത് കരച്ചിലിൻ്റെ, വിലാപത്തിൻ്റെ, കാക്കകളുടെ വല്ലാത്ത ശബ്ദത്തിൻ്റെ, കുറുനരികൾ ഓലിയിടുന്നതിൻ്റെ, വേട്ടനായ്ക്കൾ ഒച്ച വെക്കുന്നതിൻ്റെ, കുരയ്ക്കുന്നതിൻ്റെ, ആളുകൾ പരിഹസിക്കുന്നതിൻ്റെ നടുവിൽ നിന്റെ ശരീരം കിടക്കാൻ പാടില്ല ഗുരു, പാടില്ല ഗുരു. ക്രൂശിക്കപ്പെടരുത്. ഇത് ശിഷ്യൻ ആഗ്രഹിച്ച് നല്ല ആഗ്രഹങ്ങളാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ പല നല്ല ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അവൻ ക്രൂശിക്കപ്പെട്ടേ പറ്റൂ. ദൈവത്തിൻ്റെ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കണം. ഈ അപമാനങ്ങൾ മുഴുവൻ മാറുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നിമിഷം വരുന്നുണ്ട്. അതാണ് ഭക്തന്റെ പ്രത്യാശ. ഇത് കീഴടങ്ങലല്ല, തോൽവിയല്ല, പരാജയമല്ല. കോടാനുകോടി കരുത്തോടെ ഈ മണ്ണിനെ വിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം വരുമെന്ന് മാത്രമല്ല, ക്രൂശീകരണത്തിന്റെ ന്യായമായ നിയമങ്ങളെ മുഴുവൻ ലംഘിച്ച് ഈ ശവശരീരം അടക്കപ്പെടും. ഈ ഭൂമിയിൽ അടക്കപ്പെട്ട സകല ശവശരീരങ്ങളെയും പുഴുക്കൾ അരിച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കാതെ, മണ്ണിനേൽപ്പിച്ചു കൊടുക്കാതെ പിതാവ് ഇടപെട്ടുകൊണ്ട് ഒരു സമൂല പരിവർത്തനത്തിന്, ഒരു സമൂല മാറ്റത്തിന് അത് ഹേതുവാക്കുമെങ്കിൽ ഇതും ചരിത്രത്തിൽ ആദ്യമാ. അതുകൊണ്ട് ഉയർപ്പിന്റെ ശക്തിയിൽ വിശ്വസിക്കണം. ക്രൂശിൽ മാത്രമല്ല, ഉയർപ്പിന്റെ ശക്തിയിൽ, മടങ്ങി വരവിന്റെ ശക്തിയിൽ, നിത്യതയുടെ ശക്തിയിൽ ഈ രാത്രി നമുക്ക് വിശ്വസിക്കാം. ആ ചിന്തയോടെ വേണം നമ്മൾ ക്രൂശിനെ സമീപിക്കാൻ. അപ്പോൾ ഇനിയുണ്ട് ഈ നമ്മൾ കണ്ടതിൽ ഒരു തെറ്റൂടെ പറഞ്ഞ് അവിടെ വിടാം. ഈ കൈവെള്ളയിലല്ല അണിയടിക്കുക, അതും തെറ്റാണ്. ഈ കൈയുടെ ഈ ഭാഗത്ത് റിസ്റ്റ് നമ്മൾ പറയല്ല, മണിബന്ധം എന്നാണ് മലയാളത്തിൽ പറയുക. ഈ ഞരമ്പുകളൊക്കെ ഒന്നിങ്ങനെ ജോയിൻ്റ് ആകുന്ന സ്ഥലമാണ്. അത് വെറുതെ അങ്ങ് അണിയടിക്കല്ല. നമ്മളൊക്കെ വെറുതെയാണ് അണിയടിക്കുന്നത്.
ഈ ക്രൂശിക്കപ്പെട്ടവനെ വീണ്ടും കലണ്ടറയിലാക്കിയിട്ട് വീണ്ടും ആണി അടിക്കും നമ്മളല്ലേ. ഫോട്ടോയ്ക്കകത്താക്കിയിട്ട് 3 ആണി ഓൾറെഡി ഉണ്ട്, 4ാവ് നമ്മുടെ വക ഒരു ആണി അതിങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേ ഈ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ആളിനെ കൊണ്ടവിടെ കിടത്തിയിട്ട് അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ, ഡോക്ടറാ, പഴയ ആൾക്കാർക്കറിയാം അപ്പോത്തിക്കരി എന്ന്. അറിയില്ലേ? അമേരിക്ക വന്നതിനാലും മറന്നുപോയോ? അങ്ങനെ മറക്കല്ലോ, അന്ന വഴിയൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. സ്തോത്രം. അപ്പോൾ പഴയ ഡോക്ടറെ പേരാ വിളിക്കുന്ന അപ്പോത്തിക്കരി. അപ്പോൾ ഇത് പ്രായമുള്ള ചില ആളുകൾ തല കുലുക്കുന്നുണ്ട്, ചിലർ തല കുലുക്കുന്നില്ല. എനിക്കത്രയൊന്നും പ്രായമായിട്ടില്ലെന്ന് തെളിയിക്കാനാണ്. ആ കോൺഫിഡൻസ് നല്ല കിടക്കട്ടെ, സാറില്ല. അപ്പോൾ ഏതായാലും ഈ അപ്പോത്തിക്കരി വരണം. ഈ വെയിൻ ഇങ്ങനെ പിടിച്ച് സിരാനരമ്പുകൾ പിടിച്ച് സ്പോട്ട് ചെയ്യണം. കറുത്ത മഷിക്കൊരടയാളം കൊടുക്കും. ഇതിനുവേണ്ടി തയ്യാറാക്കിയ ആണിയുണ്ട്. ആണി ഒരു ചതുര വടിവാണ്, ഉരുണ്ടിരിക്കല്ല, അഗ്ര ഉരുണ്ടാണ്, ഗിയറിൻ്റെ നമ്മുടെ ഹാൻഡൊക്കെ പോലെ ആ പിടിച്ചിരിക്കുന്നത് പോലെ. എന്നിട്ട് 3 ആരാച്ചാർമാർ, കൊല നടത്തേണ്ട 3 പേരുണ്ട്. അവർ വന്നിങ്ങനെ ഈ സമയം കാത്തു നിൽക്കുമ്പോൾ പ്രധാന ഉദ്യോഗസ്ഥൻ വന്ന് ഈ കുറ്റപത്രം വായിക്കും. ഇത് റോമാണ്. ജുഡീഷ്യറിയുടെ തുടക്കം അവിടെ നിന്നാണ് ലോകത്ത് തന്നെ. അതിന് മുമ്പ് ജുഡീഷ്യറി ഉണ്ടെങ്കിലും അതിനൊരു കേന്ദ്രീകൃത സ്വഭാവം വക്കീലന്മാരെ കണ്ടാൽ മനസ്സിലാവും. ഈ അമേരിക്കയിലെ കോടതിയിലും ഇന്ത്യയിലെ കോടതിയിലും ബ്രിട്ടനിലും എല്ലാം ഉപയോഗിക്കുന്ന ഭാഷ ഇപ്പോഴും അന്ന് യേശുവിനെ ക്രൂശിച്ച പീലാത്തോസിൻ്റെ കോടതിയിൽ ഉപയോഗിച്ച അതേ ഭാഷയാണ് ലാറ്റിൻ. അതാണ് പ്രൈമാ ഫേഷ്യ, പ്രഥമദൃഷ്ട്യ എന്താ കേസെന്ന് ചോദിക്കുമല്ലോ, അതൊക്കെ ലാറ്റിൻ വേർഡാണ്. ഹേബിയസ് കോർപ്പസ് എന്നൊക്കെ പറയില്ല, ഇതെല്ലാം ലാറ്റിനാണ്. അത് നമ്മുടെ കോടതിയിലൊക്കെ ഇപ്പോഴും ആ പദമൊന്നും മാറിയിട്ടില്ല. 2 വശവും കേൾക്കണമെന്ന് പറയില്ലല്ലോ, അങ്ങനെ നമ്മൾ പറയില്ലേ? 2 വശവും കേൾക്കണം. ഓഡി ആർട്ടം പാർട്ടം, യു ഷുഡ് ബി ഓഡിബിൾ ടു ബോത്ത് സൈഡ്. 2 വശവും കേൾക്കണം. ഇതൊക്കെ പണ്ടേയുള്ള കാര്യമാണ്. അതാ കർത്താവിനോടും ചോദിക്കുന്നത്, നിനക്ക് വല്ലതും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അത് റോമാണ്. റോം നിയമങ്ങളുടെ രാജ്യമാണ്. നിയമത്തിൻ്റെ ആ സമയം പോലും കൃത്യമാണ്. ആ സമയത്ത് അടക്കണം, അങ്ങനെയാണ്. ആ സമയത്ത് ക്രൂശിക്കണം. അപ്പോൾ 3 പേര് വന്ന് ഇതും കൊണ്ട് കാത്തു നിൽക്കും. കുറ്റപത്രം വായിക്കുന്ന ഉദ്യോഗസ്ഥൻ, നസ്രായനായ യേശു എന്ന താങ്കൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ലംഘിച്ചുകൊണ്ട് ഞങ്ങൾക്കാർക്കും സ്വീകാര്യമല്ലാത്ത മറ്റൊരു രാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. നിന്റെ ജനത പോലും നിന്നെ തള്ളിക്കളഞ്ഞു. പലയാവർത്തി തിരികെ വരാൻ നിനക്ക് അവസരമുണ്ടായിട്ടും നീ തെറ്റിതിരുത്താതെ നിന്നു. അതുകൊണ്ട് പൊന്തിയോസ് പിലാത്തോസിന്റെ കോടതി വിധിച്ച ആ മരണശിക്ഷ, ക്രൂശ് മരണം, ഞങ്ങൾ ഇതിനാൽ നടപ്പിലാക്കിക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ജനം ഉച്ചത്തിൽ വിളിച്ചു പറയും, റോമാ കൈസർ ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് വിളിക്കുമ്പോൾ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ 3 ആളുകൾ ഒരുമിച്ച് ഈ ആണി കുത്തിയിറക്കും. ചുറ്റിക്ക് അടിക്കില്ല, ചുറ്റി കണ്ട് കയ്യിൽ രക്തം പരമാവധി വാർന്നുപോയി എന്ന് ബോധ്യം വരുമ്പോൾ ഈ ശരീരം ക്രൂശോട് ചേർത്ത് കൃത്യമായൊരു താളത്തിൽ ആണിയടിക്കുകയാണ്. ഒരുവൻ കാലിൽ, അപ്പോൾ ഒരാൾ ഒരു കയ്യിൽ. ആ ഇടവേളയിൽ അടുത്തത് ഒരു താളത്തിൽ അടിക്കുന്ന, ചുമ്മാ ഒന്നുമില്ല. മറ്റുള്ള മനുഷ്യൻ കണ്ടാൽ ഭയപ്പെടണം. എന്നിട്ട് ഈ കുറ്റസംഗതി ഈ ക്രൂശിൻ്റെ മുകളിൽ പ്രാദേശിക ഭാഷയിൽ, ഒഫീഷ്യൽ ലാംഗ്വേജിൽ, യൂണിവേഴ്സൽ ലാംഗ്വേജിൽ എഴുതി വെക്കണം. നമ്മുടെ ഇന്നത്തെ രീതിയിലാണ് ഇംഗ്ലീഷ്, നാട്ടിലാണെങ്കിൽ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും റെയിൽവേ സ്റ്റേഷനിൽ കാണും പോലെ. ലാറ്റിൻ, ഹീബ്രു, ഗ്രീക്ക് 3 ഭാഷകളിൽ എഴുതണം, ചേർത്ത് വെക്കണം. അപ്പം അതാണ് നമ്മൾ കാണുന്ന INRI. അത് മൊത്തം കറക്റ്റല്ല. അതല്ല, ഒരു ഭാഷയെ കാണിച്ചിട്ടുള്ളൂ, ലാറ്റിൻ മാത്രമേ കാണുന്നുള്ളൂ. INRI 3 ഭാഷയിലും വേണം. ഈസൂസ് നാസറിൻ റെക്സ് യുഡായിയോറം, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്, അതിൻ്റെ ചുരുക്കെഴുത്താണ്. ഇതൊരു ജൂതന്മാരുടെ സ്ഥാപനമാണെന്ന് മനസ്സിലാവുന്ന ഫ്രണ്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആൽഫബറ്റാണ് ഈ സൈഡിൽ കാണുന്നത്. ഈ ഭാഷയിലെല്ലാം എഴുതിയിട്ടുണ്ട്, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അവിടെ കിടക്കണം. കടന്നു പോകുന്നവരൊക്കെ ക്രൂശിനെ നോക്കി പരിഹസിക്കും. ഇവിടെ കിടന്ന് മരണം ഉറപ്പാക്കിയിട്ടേ കൂടെ നിൽക്കുന്നവർക്ക് പോകാൻ പറ്റൂ. ആ കിടപ്പിൽ പെട്ടെന്ന് മരണം കിട്ടില്ല. ഇങ്ങനെ മരിക്കാതെ ക്രൂശിൽ 7 ദിവസം വരെ കോമാ സ്റ്റേജിൽ കിടന്ന ആളുകളുണ്ടെന്ന സ്ട്രാബോ പറയുന്ന ചരിത്രകാരൻ. ഒരു കോമാ സ്റ്റേജിലേക്ക് പോകും, അബോധാവസ്ഥയിലേക്ക്. ഉള്ളിൽ നല്ല ബോധം, ഉള്ളിൽ സംസാരിക്കുന്നൊക്കെ കേൾക്കാം, ആളിന് ചലിക്കാൻ വയ്യ.
ഈ ഞരമ്പുകളൊക്കെ ഇങ്ങനെ സ്ട്രക്കായി നിൽക്കുന്നത് കൊണ്ട് ശ്വാസമെടുക്കാൻ വയ്യ. ഓക്സിജൻ ശരീരത്തിൽ കിട്ടാതെ വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ ഡെപ്പോസിറ്റഡ് ആവും. ഇയാള് നല്ല സുമുഖനായ സുന്ദരനായ മനുഷ്യനും കറുത്ത് കരിവാളിച്ച് വികൃത രൂപിയായി ആ കിടപ്പ് അവിടെ കിടക്കും. കടന്നു പോകുന്നവരൊക്കെ ക്രൂശിനെ കണ്ട് പരിഹസിക്കും. ഇത് കണ്ടിട്ട് ഇങ്ങനെ അനേകരെ കണ്ടിട്ട് പത്രോസ് പറഞ്ഞു, നിനക്കത് ഭാവിക്കരുത്, അത് വരല്ലേ അപ്പാ. മറുവശത്തുണ്ട് പൗലോസ് പറഞ്ഞ വാക്യം നമ്മൾ വായിച്ചത്, എനിക്ക് ഈ ക്രൂശ് പ്രശംസയാണ്. ഈ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസയില്ല. ഈ രണ്ട് ഡൈക്കോട്ടമി. ഒരാൾ പറയാ ഭവിക്കരുതേ, അടുത്തവൻ ഈ ഭവിച്ചതിനെ കണ്ട് പ്രകീർത്തിച്ച് പറയുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ആ കാരണത്തിലേക്കാണ് നമ്മൾ ഇനി വേഗത്തിലൊന്ന് കടന്നു പോകുന്നത്. സന്തോഷമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ പ്രശംസ ക്രൂശാണ്. ഇങ്ങനൊരു മരം, അതിൽ ദാരുണമായി വധിക്കപ്പെടുന്ന ഒരാൾ നമുക്കെങ്ങനെ പ്രശംസയാകും? എങ്ങനെ പ്രശംസിക്കാൻ പറ്റും? അത് പ്രയാസ. ആ കാര്യകാരണത്തിലേക്ക് വരാം. നമ്മൾ പറയാറുണ്ട്, ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നതിൻ്റെ മുമ്പ് ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രസംഗരും പാട്ടുകാരും ഒക്കെ പറയും ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ പറയും ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നുണ്ട്, ദൂതന്മാർ വന്ന് നിൽപ്പുണ്ട്. ഞങ്ങളുടെ ഒരു ഉപവാസ പ്രാർത്ഥന ഒരു വീട്ടിൽ നടക്കുമ്പോൾ ആ പ്രാർത്ഥിക്കാൻ വന്ന ദൈവാസൻ മെയിൻ ശുശ്രൂഷകൻ ശബ്ദം ഉയർത്തി പറയാൻ തുടങ്ങി, ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാരിവിടെ നിൽപ്പുണ്ട്. ആ വീട്ടിലെ അച്ഛന് വിശ്വാസിയല്ല, പുള്ളി കേട്ടേച്ച് പറഞ്ഞു, അങ്ങനെ ഊരിപ്പിടിച്ച വാളുമായി നിൽപ്പുണ്ട്, നീ ഒരു പിടിയിട്ട് കൊടുക്കാൻ വാളിന്. എന്തിനാണ് ഈ വാൾ ഊരിപ്പിടിക്കുന്നത്? പുള്ളി ഉദ്ദേശിച്ച് ഈ പിടിയെ നൂരി എന്നുള്ള അർത്ഥത്തിലാണ്, ഉറയിൽ നൂരി എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ മാറിപ്പോയി. അപ്പോൾ നമുക്കിങ്ങനെ കാര്യങ്ങൾക്ക് നമ്മുടെ ശബ്ദത്തിലൊക്കെ ഒരു വ്യത്യാസം വരുത്തി കർത്താവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരും. ഈ മലയാളികളായി നമ്മൾ മലയാളം പറയുന്ന പോലും വല്ലാത്തൊരവസ്ഥയില്ല. ഞാൻ അത്യാവശ്യം നാട്ടിലൊക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമായിരുന്നു. ലാസ്റ്റ് നിർത്തിയത് UK വന്നപ്പോഴാണ്. അവിടെ പ്രസംഗം കഴിച്ചപ്പോൾ നല്ലൊരു കൂട്ടുകാരൻ പറഞ്ഞു, ഇനി മലയാളത്തിൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ മോള് ചോദിച്ചെന്നു, നമ്മുടെ ഭാഷയും അങ്കിളിൻ്റെ ഭാഷ ഒരുപോലെ ഇരിക്കുന്നു, അത് ഏത് ഭാഷയാണ്? മനസ്സിലായില്ലേ? നല്ല സിമിലാരിറ്റി ഉണ്ട്, ഇത് ഏത് ലാംഗ്വേജാണ്? അതോടെ ആ മോള് കാരണമാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിലുണ്ട് ഈ ഒരു പ്രശ്നമേ. നമ്മുടെ ആളുകൾ ഈ ഭാഷയ്ക്ക് കരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെ അക്ഷരങ്ങളെ തിരിക്കും. മൂക്കൊണ്ട് സംസാരിക്കേണ്ട അക്ഷരങ്ങളുണ്ട്, അനുനാസികം, നാസിക കൂടി വേണം. ങ, ഞ, ന, ന, മ. പാടുന്ന ആളുകൾ ഈ മൈക്ക് കയ്യിലെടുത്തിട്ട് അത് വൃത്തിക്ക് പിടിച്ചില്ലെങ്കിൽ അത്തരം വാക്കുകൾ കിട്ടത്തില്ല. പണ്ട് ചില ആളുകൾ ഈ മൈക്ക് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പിടിക്കും, ഈ പായസം കുടിച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ തുടങ്ങുന്ന പോലെ. അതിങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന പിടിച്ചാൽ സംഗതി കാണാനൊക്കെ കൊള്ളാമെങ്കിലും ഒരരങ്ങാ സംഗതി, അതൊക്കെ നല്ലതാണ്. ഒരു ആവേശം വരുമ്പോൾ നമ്മളെല്ലാം ചെയ്യും, പക്ഷേ ഈ അനുനാസിക ശബ്ദം കിട്ടത്തില്ല. ഇങ്ങനൊക്കെ ഉണ്ട്. അതുകൊണ്ട് കർത്താവ് തേജോമയനായി നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മളും പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ തേജസ്, നിന്റെ സാന്നിധ്യം പൽമോസിൽ ഇറങ്ങി വന്ന പോലെ എന്നൊക്കെ നമ്മൾ പറയും. ഇതൊന്നും കൂടാതെ മടങ്ങിപ്പോകുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കും, അപ്പാ ഞങ്ങളിന്ന് യോഗത്തിന് പോയി, ആ പ്രതീക്ഷിച്ച നിന്റെ തേജസ് കണ്ടില്ലല്ലോ, എനിക്കൊരു ഉന്മേഷക്കുറവുണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ചൊരു ശക്തി എന്നിലേക്ക് വന്നില്ലല്ലോ. എന്താ പ്രശ്നം? പ്രസംഗിക്കാൻ വന്ന പാസ്റ്ററാണോ? ചെന്നിരുന്ന ഞാനാണോ? കൂട്ടുസഹോദരങ്ങൾ പ്രാർത്ഥിക്കാഞ്ഞതാണോ? ഏതോ ഒരു പ്രശ്നം. അങ്ങ് എന്താ വരാഞ്ഞേ? യേശു പറയും, ഞാൻ വന്നിരുന്നു, നിന്നെ കണ്ടിരുന്നു, പക്ഷെ നീ എന്നെ കണ്ടില്ല. എപ്പോ? യോഗം കഴിഞ്ഞ് പിരിയുമ്പോൾ ഒന്ന് കൈ തരാൻ കാത്ത് ഞാനവിടെ നിന്നു, നീ എന്നെ കാണാതെ പോയി കളഞ്ഞിരുന്നു. ഭക്ഷണം വിളമ്പുമ്പോഴൊക്കെ നീ എന്നെയും വിളിക്കുമെന്ന് ഓർത്തു, ക്ഷണിച്ചില്ല. കുറേ നേരം ഞാനവിടെ കറങ്ങി നിന്നു. കണ്ട ചിലരുണ്ട്,
ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇങ്ങനെ ക്രിസ്തുവിനെ കാണാൻ നമ്മുടെ അകക്കണ്ണ് ജ്വലിക്കണം, നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ. അവൻ നമ്മോട് വചനം തെളിയിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ആ അനുഭവം പോലെ ദൈവവചനം നമ്മുടെ ഉള്ളത്തെ കത്തിക്കണം. ഭൗതികമായി കാണുന്ന ഒരു ശബ്ദവും ബഹളത്തിനും അപ്പുറത്ത് ആന്തരികമായ ഒരു ശുദ്ധീകരണത്തിന്റെ ദൈവപ്രവൃത്തി നമ്മിൽ എല്ലാം ഒന്ന് വെളിപ്പെട്ടു വരണം. ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ നമ്മുടെ കർത്താവ് ഈ മരണത്തിന് വിധികനാകുന്ന, സമർപ്പിക്കപ്പെടുന്ന ആ നിമിഷം യേശു ഒരുക്കമാണ്, റെഡിയായിട്ടിരിക്കുക. ഒരു കാര്യം പഠിക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത്, നമ്മുടെ കർത്താവ് ജനിച്ചു. ആ ജനിച്ച ക്രിസ്തുവിനെ കാണാൻ എത്രയോ ആട്ടിടയന്മാർ വന്നു. ജനിച്ച ക്രിസ്തുവിനെ കാണാൻ ഇന്ന് ഇറാൻ എന്ന് വിളിക്കുന്ന രാജ്യത്തു നിന്ന മാഗികൾ അല്ലെങ്കിൽ വിദ്വാൻമാർ ചെന്നത്. ആ ഒറ്റ രാത്രി പോയി കണ്ടെന്നൊന്നുമില്ല, അതൊക്കെ തെറ്റാണ്. 3 പേര് പോയി എന്നൊക്കെ ഉള്ള തെറ്റാണ്. പിന്നെ എങ്ങനെയാണത്? ശിശു ഇരിക്കുന്ന ഇടത്ത് ചെന്ന് അവനെ കണ്ടു. ഇരിക്കാൻ പ്രായമായ കുഞ്ഞിനെയാ കാണുന്നത്. എത്ര നാളെടുത്ത്, ഒറ്റ രാത്രിക്ക് പോയി എന്നല്ല. അതുകൊണ്ട് ആ പ്രായം തിരക്കുമ്പോഴേ ഹെരോദാവ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ യേശുവിന് അത്രയും പ്രായമായി കഴിഞ്ഞാണ് ഈ വിദ്വാൻമാർ ചെല്ലുന്നത്. അല്ലെ, അവർ ചെന്നല്ലോ. ആട്ടിടയന്മാരും ചെന്നു. ഞാൻ ഓർക്കാറുണ്ട്, പിന്നെ ഇവർക്ക് എന്ത് പറ്റി? ഇവർ യേശുവിനെ അനുഗമിച്ചോ? ഇവർക്ക് എന്താ സംഭവിച്ചേ? ഒരു പിടിയില്ല. യായിറോസിനും കൂട്ടർക്കും എന്താ സംഭവിച്ചേ? അവരെതിലെ പോയി? അല്ലെങ്കിൽ യേശു സൗഖ്യം കൊടുത്ത എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, അവരിതുവഴി പോയി. എൻ്റെ അർത്ഥം, ഇവർക്കെല്ലാം ഇഷ്ടം ആഘോഷങ്ങളിലാ. ആഘോഷങ്ങൾ ചെയ്യുന്ന ക്രിസ്തുവിനെ, അത്ഭുത ജനനം കൂറുന്ന ക്രിസ്തുവിനെ കാണാൻ ആളിൻ്റെ തിരക്ക. ആ തണുത്ത രാത്രിയില്, പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തില് ആട്ടിടയന്മാർ കാണാൻ ഒത്തുകൂടും. ഇന്നും ഇത്തരം അനുഭവങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സ് വിരാജിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ടവന്റെ കൂടൊന്ന് നിൽക്കാൻ, ക്രൂശിക്കപ്പെട്ടവനെ ഒന്ന് കാണാൻ ശിഷ്യഗണങ്ങൾക്ക് കഴിയാത്തൊരു ഭയം അവരുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടപ്പോൾ, ഈ ക്രൂശിനെ ഉൾക്കൊള്ളാൻ പലർക്കും കഴിയാതെ പോയപ്പോൾ, വാസ്തവത്തിൽ ഈ ക്രൂശിനെ ഉൾക്കൊണ്ടത് കുറെ സാധുക്കളായ സ്ത്രീകളും അധർമ്മി എന്ന് പേര് ചാർത്തിപ്പെട്ട് ക്രൂശിക്കപ്പെട്ടൊരു കള്ളനുമാണ്. അവന് തിരിച്ചറിയാൻ പറ്റി, ഇതെന്റെ രക്ഷകൻ. നമ്മൾ ഈ രക്ഷകനെ കുറിച്ച് മനസ്സിലാക്കിയത്, അതിൻ്റെ പ്രഥമ ദൃഷ്ടിയുള്ള അർത്ഥം രക്ഷിക്കുന്നവനെന്നാ, തർക്കമൊന്നുമില്ല. ഞാൻ പറയും, രക്ഷകൻ രക്ഷിക്കുന്നവനല്ല. വിശ്വാസമില്ല? രക്ഷകൻ്റെ അർത്ഥം പിന്നെന്താ? അതിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാ. ഡിക്ഷണറി മീനിങ് എടുത്താൽ അത്രേ തരുള്ളൂ. പക്ഷെ ആത്മീയ അർത്ഥം മറ്റൊന്നാ. പറഞ്ഞുതരാം. എൻ്റെ മൂത്ത മോള്, അപ്പോൾ അവളിത് കാണുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. ഒരു 6ാം ക്ലാസ്സിൽ, ഇപ്പോൾ അവൾ വിവാഹമൊക്കെ കഴിഞ്ഞു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ അസംബ്ലിയിൽ, സ്കൂൾ അസംബ്ലിയിൽ തല ചുറ്റി വീണു. എനിക്കൊരു യോഗത്തിന് പോകണം. സ്കൂളിൽ നിന്ന് പെട്ടെന്ന് തന്നെ വരാൻ വിളിച്ചു. ഞാൻ ഓടിക്കതച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു വിഷയമില്ല. അവൾക്ക് ചായ കൊടുത്തു. അവരിങ്ങനെ സംരക്ഷിച്ചൊക്കെ വെക്കുക. പക്ഷേ ഇവർക്ക് എൻ്റെ കൂടെ പോരണം. ഞാൻ കുറേയധികം വഴക്ക് പറഞ്ഞു, കുറേയധികം ശാസിച്ചു. എൻ്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവളുടെ അമ്മ, എൻ്റെ വൈഫും ശാസിച്ചു. എന്തിനാ ഓടി കൊതച്ച് പോന്നേ? ഇതൊക്കെ ഉണ്ടാകുന്നല്ലേ, നീ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയേ? അപ്പം ഞാനും വൈഫും ചെയ്തത് ശകാരം. വീരാൻ തുടങ്ങിയവളെ താങ്ങിയത് ഒരു സെർവൻ്റ്, ചായ ഇട്ട് കൊടുത്തത് വേറൊരു സഹോദരി, നല്ല വാക്കുകൾ പറഞ്ഞ് അടുത്തിരുത്തിയത് മിസ് ടീച്ചറാ. പക്ഷെ നല്ല വാക്ക് പറഞ്ഞ, താഴെ വീണപ്പോൾ താങ്ങിയ, ചായ ഇട്ട് കൊടുത്തവരുടെ കൂടെ പോകാൻ അവൾക്ക് തോന്നിയില്ല. ഇതൊന്നും ചെയ്യാത്ത എൻ്റെ കൂടെ വരാൻ കാരണം അറിയോ? ഞാനാ രക്ഷകൻ. മനസ്സിലായില്ലേ? എൻ്റെ വീട്ടിലേക്ക് വരാൻ കാരണം എന്താ? ഞാനാണ് അവളുടെ ശരിക്കുള്ള രക്ഷകൻ. ആ രോഗം മാറ്റിയാൽ രക്ഷകനാവില്ലെന്നേ. കടൽ മീതെ നടന്നാൽ രക്ഷകനാവില്ല. അല്ലെങ്കിൽ സൗഖ്യം തന്നാൽ രക്ഷകനാവില്ല. മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ടല്ല രക്ഷകനായത്.
രക്ഷകനാകാൻ കാരണം അവൻ ആത്യന്തിക രക്ഷിതാവായി എൻ്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായി തൻ്റെ പ്രാണനെ ബലിയാക്കിയപ്പോൾ എനിക്കത് വഴി വെട്ടിത്തുറന്നു തന്ന ജീവന്റെ പുതുവഴി എന്ന രക്ഷാകരണ പദ്ധതിയിലൂടെ ഞാൻ ആർജിച്ചെടുത്ത ശക്തിയാ എൻ്റെ രക്ഷയ്ക്ക് ആധാരം. അതുകൊണ്ട് നമ്മുടെ കർത്താവ് തന്നത് ക്രൂശിലൊരു ജയമാണ്. ആമേൻ. വ്യക്തത വന്നു എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് കിട്ടിയത് ആ ജയമാണ് ക്രൂശില്. അപ്പൊ ക്രൂശ് നമുക്കെങ്ങനെ ജയത്തിന്റെ ചിഹ്നമാകുന്നത് എന്ന് നമുക്ക് ക്രമേണ ചിന്തിച്ചു വരാം. ശ്രദ്ധിക്കുക. പാസ്റ്റർ പറഞ്ഞ ടൈമിൽ നിർത്തും, പേടിക്കണ്ട. വിഷമമുണ്ടോ? ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇവിടെ കാലവേറെ കഴിഞ്ഞ് പൗലോസ് പറയാണ്, എനിക്ക് പക്ഷേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പ്രശംസയാണ്. പത്രോസിനും പിന്നെ അങ്ങനെ ആയിട്ടോ, നമ്മളതിലൂടെയും വരും. അതെന്താ പ്രശംസയെന്ന് പറയാൻ കാരണം? നമ്മളൊരു ചരിത്രം എഴുതിയാൽ ഇത് നീക്കം ചെയ്യുകയാണ് പതിവ്. കുടുംബചരിത്രം എഴുതിയാൽ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ട ഒരു അപ്പച്ചൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ തോന്നൂല. പക്ഷെ മരിച്ചു എന്ന് ഒറ്റ വാക്കിൽ എഴുതി പോവും. അപ്പച്ചൻ മരിച്ചു, എല്ലാവരും മരിച്ചോ. നമ്മൾ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാനോച്ചൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. കുടുംബചരിത്രം എഴുതാൻ കൂടിയപ്പോൾ ഈ അച്ഛൻ വിശ്വാസത്തിലൊക്കെ വന്നു. എല്ലാവരും കൂടിയിരുന്നപ്പോൾ അച്ഛൻ്റെ വല്യപ്പനും വന്ന വഴികൾ പറഞ്ഞു. അവിടുന്ന് ഇവിടെ വന്ന് പാർത്ത അപ്പച്ചൻ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് ചോദിച്ചു, ആ അപ്പച്ചൻ അവിടെ എങ്ങനെ വന്നെന്ന് ചോദിച്ചു. അവിടെ നിങ്ങൾ വിശ്വാസി എന്നൊക്കെ പോയോണ്ട് തോന്നുന്ന അടങ്ങിയിരിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഉത്തരമില്ല പോകും. പൂർവികതയിലേക്കുള്ള ചില ചോദ്യങ്ങൾ ഈ നേരെ വരിക. അപ്പം ഇവിടെ ഈ ക്രൂശിനെ കണ്ട് പരിചയപ്പെട്ട ദൈവപുരുഷൻ, അയാൾക്ക് പേടിയാണ് ഈ ക്രൂശ്. അയാൾക്ക് അസഹനീയമാണ് ക്രൂശ്. ഇപ്പുറത്ത് പൗലോസ് എന്ന മനുഷ്യൻ യേശുവിൻ്റെ ക്ലാസ് ഒന്നും പഠിച്ചിട്ടില്ല, ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, 5 അപ്പം കഴിച്ചിട്ടില്ല. കടലിന് മീതെ യേശു നടക്കുമ്പോൾ കൊള്ളാമെന്ന് പറയാനോ ഹോശന്ന പറയാനോ ആ പരിസരത്തൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറയാ, ക്രൂശ് എനിക്ക് പ്രശംസയാണ്. എന്തുകൊണ്ട്? നമ്മൾ ആ ഒരു ഇതിലേക്കാണ് പോവുക. ആ വഴിക്കൊന്ന് പോയി വരാം. അപ്പോഴേക്ക് ഉപസംഹാരത്തിൻ്റെ സമയത്തും. ബഹുമാനരേ, ഈ പൗലോസിലേക്ക് നമുക്കൊന്ന് വരാം. അദ്ദേഹം പണ്ടാരായിരുന്നു? ഒരു റോമൻ റബി എന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ യഹൂദ റബി എന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. റോമൻ ചിന്തകളിൽ അഗാധ ജ്ഞാനമുള്ളയാളാണ്. യഹൂദ ചിന്തകളിൽ ജ്ഞാനമുള്ളയാളാണ്. പലവിധ അറിവുകളുടെ സമാഹാരമാണ്. കോടതി വ്യവഹാരത്തിൽ അദ്ദേഹത്തിന്റെ അറിവുകൾ പരിശോധിച്ചിട്ട് കോടതി പറയുക, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇതൊക്കെയുള്ള മനുഷ്യനാണ്. ഇതെല്ലാം ഗ്രഹിച്ച പൗലോസ് പറയാണ്, എനിക്ക് പക്ഷെ ക്രൂശ് ഒരു പ്രശംസയാണ്. ആ ക്രൂശ് എനിക്ക് അനുഗ്രഹമാണ്. എന്താണ് ആ ക്രൂശ്? കർത്താവ് മറ്റൊന്നുകൂടെ പഠിപ്പിച്ചു. നമുക്കെല്ലാം ഓരോ ക്രൂശ് അവൻ വച്ചിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കണം. നമുക്കത് പാടാണ്. ഞാൻ ഒരു 6 മാസം മുമ്പ് ബഹുമാനപ്പെട്ട പ്രിൻസ് വാസ്റ്റർ ചർച്ചിലായിരുന്നു റാന്നി. ഞങ്ങൾ ക്ലാസ്മേറ്റ്സാണ്, പവർ വിഷനിലുള്ള. അവിടെ ദിവാസന ഒരു ആലോചന പറഞ്ഞു, നിങ്ങളുടെ ക്രൂശിൻ്റെ കനം 1000 ഇരട്ടി വർദ്ധിക്കും, താഴെ ഇടല്ലെന്ന്. ക്രൂശിൻ്റെ കനം 1000 ഇരട്ടി വർദ്ധിച്ചാലും താഴെ ഇടരുത്, താഴെ കളയരുത്. ക്രൂശിൻ്റെ കനം തോളിലേക്ക് വെക്കുമ്പോൾ വർദ്ധിക്കും, താഴെ ഇടാൻ പാടില്ല. ക്രൂശിനെ പൗലോസ് തിരിച്ചറിഞ്ഞ ആനന്ദ നിർഭരമായ ഒരു അനുഭവത്തിലേക്കാ ഞാൻ ഇന്ന് പോകുന്നത്. നമ്മളെല്ലാം പറയാറുണ്ട്, ദൈവത്തിന് നന്ദി പറ, ദൈവത്തിന് സ്തോത്രം പറ, ദൈവത്തെ സ്തുതിക്കുക, ഈ ആഹ്വാനം കൊടുക്കാറുണ്ട്. ഞാൻ തിരിച്ചൊരു ചോദ്യം, ദൈവം നമുക്ക് എപ്പോഴെങ്കിലും ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? എന്തൊരു വെഡിത്തായി ചോദിക്കുന്നല്ലേ. എന്തിനാ നന്ദി നമുക്ക് പറയുന്നല്ലേ? ദൈവത്തിന് നമുക്ക് നന്ദി. ഇപ്പം നമ്മൾ സ്തോത്രകാഴ്ച ഇട്ടാ ദൈവം പറയുമോ നന്ദിന്ന്? കാരണം എന്താ? ദൈവം തന്ന സാധനം നമ്മളെടുത്ത് അങ്ങോട്ട് വച്ചേ. യാഗം കഴിക്കാൻ കന്നുകാലിയെ കൊടുത്തപ്പോഴേ ഞാൻ സൃഷ്ടിച്ച സാധനം എനിക്ക് തന്നേച്ച് നമ്മൾ നന്ദി പറയണോ? ഇല്ല. പിന്നെന്തിനാ നന്ദി? ദൈവം നന്ദി പറഞ്ഞ, കർത്താവ് നന്ദി പറഞ്ഞ ഒരസുലഭ സന്ദർഭം ഞാൻ കാട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ പവർ എന്താണ്. അത് പൗലോസ് മനസ്സിലാക്കുക. എന്നിട്ട് പറയാം, എനിക്കും അത് പ്രശംസയാ. കർത്താവിനെ ക്രൂശിക്കാൻ നിയോഗിച്ചു, തലയിൽ മുൾക്കിരീടം വച്ചു,
ക്രൂശ് ചുമക്കാൻ നിർബന്ധിതനായി. ചാട്ടവാറിനാൽ അടിയേറ്റു. അടിയും പീഡയും സഹിച്ചു വരുന്ന വഴിത്താരയിൽ യേശു നിർദ്ദിഷ്ട സമയത്ത് അവിടെ എത്തില്ല എന്ന് ഉദ്യോഗസ്ഥ പ്രമാണിക്ക് മനസ്സിലായി. അദ്ദേഹം ഈ ക്രൂശ് ഒന്ന് ചുമക്കാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുക. ആരും കിട്ടില്ല. എൻ്റെ കാരണം ആ നാട്ടിലൊരു അന്ധവിശ്വാസമുണ്ട്. ക്രൂശിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ യാതൊരുവൻ വന്ന് ഈ മരത്തിൽ പിന്നെ തൊടുന്നോ അവനെ ചുറ്റിപ്പിണഞ്ഞൊരു ശാപം അവൻ്റെ കുടുംബത്തിൽ വ്യാപിക്കും. ആ കുടുംബം കുളം തോണ്ടും. അവരെ തെറ്റായൊരു ധാരണയാ. ശാപത്തെക്കുറിച്ചൊരു ധാരണ. ഈ ക്രൂശ് മരം ശാപമരമാ, പിന്നെ ആരും തുടരുത്. പലരോട് ചെന്ന് പറഞ്ഞു, ഒന്ന് തൊടാവോ, ഒന്ന് എടുക്കാവോ, നിനക്ക് പണം തരാന്നേ. അങ്ങനെ വരുമ്പോൾ വയലിൽ നിന്ന് കയറി വരുന്ന ശിമോൻ 3 സുവിശേഷങ്ങളിലും കാണുന്നു, അവനെ വളരെ നിർബന്ധിച്ചു. എന്തിനാ നിർബന്ധിച്ചതെന്ന് അറിയണ്ടേ? അവന് ചെയ്യേണ്ട കാര്യമില്ല. അയാൾ വേറൊരുത്തൻ്റെ അടിമയാ, വേറൊരുത്തൻ്റെ പണിക്കാരനാ. ഇയാൾ എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ട കാര്യമില്ല. സാർ, എനിക്കൊരു യജമാനനുണ്ട്, യജമാനൻ വിളിക്കുന്ന സമയത്ത് എനിക്കവിടെ ചെല്ലണം, എനിക്കിതെടുക്കാൻ വയ്യ. പക്ഷെ ഈ നിർബന്ധം വന്നപ്പോൾ അയാളും ചിന്തിച്ചു പോയേക്കാം. കാരണം നാളെ എന്നെ വിൽക്കുമ്പോൾ ഇയാളുടെ പക്കലെങ്ങാണുവാ ഞാൻ ചെന്നുപെടുന്നെങ്കിൽ ഒരു ശിക്ഷ വരുമല്ലോ. കണ്ടു പോയേക്കാം. സാധാരണ ഈ മരിക്കാൻ ഇങ്ങനെ വിധിക്കപ്പെട്ടവന്റെ മാനസികാവസ്ഥ വളരെ ഭീകര. അവരുടെ സമനില മാറും. ഒരു പാനിക്കായ സിറ്റുവേഷനിലേക്ക് അവർ പോകും. വല്ലാത്തൊരവസ്ഥയാ. അങ്ങനെയുള്ള മനുഷ്യരെ പരിശോധിക്കണം. നിങ്ങൾ മെഡിക്കൽ ലൈനിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. മരണത്തോട് തൊട്ടടുത്ത മനുഷ്യർ പെട്ടെന്നൊരു സൗഖ്യം വരുന്ന പോലെ, ഒരു ശാന്തത, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. തളർന്നു കിടക്കുന്നവനൊന്ന് എഴുന്നേറ്റിരിക്കുന്നു. ഏതോ ഒരു ധൈര്യം അവരിൽ വ്യാപരിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അവർ നമ്മളെ വിട്ടു പോകുന്നു. എന്തൊക്കെയോ പിറുപിറുക്കുന്നു. ശബ്ദം പുറത്തു വരുന്നില്ല. ചിലരാകട്ടെ മരണം അടുത്തു വന്നു, ക്രൂശിക്കാൻ പോകുക. അതിന്റെ ഭീകരത ഗ്രഹിക്കുക ആളുകള്. പിന്നെ സമനില തെറ്റിയിട്ട് ഈ മുടിയൊക്കെ വലിച്ചു പറിക്കും. റോമാ കൈസറെ ചീത്ത വിളിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരെ ശരീരത്ത് തുപ്പും. ഒരു വല്ലാത്ത സിറ്റുവേഷനാ. ഇങ്ങനൊരു ഭ്രാന്തന്റെ ക്രൂശാണോ ഞാൻ ചുമക്കേണ്ടതെന്ന് ഓർത്ത് ഈ ശിമോൻ ഇങ്ങോട്ട് വരിക. എന്തൊക്കെ പറയുമെന്ന് അറിയില്ല. നോക്കുമ്പോൾ കാണുന്നത് ഇവന്റെ അരികിൽ ബോർഡും പിടിച്ചൊരാൾ നിപ്പുണ്ട്. ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. കള്ളന്മാരപ്പുറത്തുണ്ടേ. ചീത്ത പുലമ്പുന്ന, അസഭ്യം പുലമ്പുന്ന പലരും അവിടെ നിപ്പുണ്ടേ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ചീത്ത വിളിക്കുന്നവര്, ഭരണകൂടത്തെ ആക്ഷേപിക്കുന്നവര്. കാരണം ഞാൻ ഏതായാലും മരിക്കും, ഇവനെ 2 പറഞ്ഞിട്ടേ ഉള്ളൂ. തനിക്ക് ചെയ്യാവുന്ന ദുഷ്കൃത്യങ്ങളൊക്കെ ചെയ്തു വരിക ഈ ക്രിമിനൽസ്. അതിന്റെ നടുവിൽ സമചിത്തതയോടെ, പക്വതയോടെ, കരുത്തോടെ ഒരുവൻ പുഞ്ചിരി തൂകുന്നവനായി നടന്നു വരിക. തലയിൽ മുൾക്കിരീടം, അടിയറ്റ പാടുകളിൽ തിണർത്തൊഴുകുന്ന ചോരയും രക്തവും വെള്ളവും ഒക്കെ ഒഴുകുന്ന ആ ശരീരം. പക്ഷെ അചഞ്ചലനാണവൻ. എന്തോ ഒരു ആഭിജാത്യം ആ നടന്നുള്ള വരവിന്, എന്തോ ഒരു തേജസ്. ഞാൻ പറയും, ഒരു സ്വർഗീയ തേജസ്സിനേക്കാൾ മനോഹരമാണ് ക്രൂശിക്കപ്പെട്ടവന് കാണുന്ന അചഞ്ചലമായ ആ ധൈര്യമെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്നവരെ നമുക്കും പറയാ, അങ്ങയുടെ ധൈര്യത്തിന്റെ ഒരളവ് ജീവൻ പ്രതിസന്ധിയിൽ അടിയന്റെ മീതെ ഒരു അഭിഷേകമായി, ദൈവകൃപയായി, സാന്ത്വനമായി ഈ രാത്രി പകരപ്പെടണം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശാണ് പ്രശംസ. ഈ ശിമയോനെ ഇത് ആകർഷിച്ചു. കാരണം ആ മുഖത്തെ ആധികാരികത അത്ര വലുതാ. ഒരു കാര്യം തിരുത്തിക്കോണേ, കലണ്ടറിൽ നിങ്ങൾ കണ്ട ആ ദയനീയ ഭാവമല്ല സഹോദരങ്ങളെ. അതിന് കാരണമുണ്ട്. എബ്രായ ലേഖനക്കാരൻ പറയുക, അവൻ മരണം ആസ്വദിച്ചു. നീണ്ട 8-10 മണിക്കൂർ ഒരു ശസ്ത്രക്രിയക്കൊരു രോഗി വിധേയനാകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ ഏകാഗ്രതയുടെ കൂടി ആ ശരീരം കീറിമുറിക്കുന്ന ഡോക്ടറും ആ സംഘത്തിൽപ്പെട്ട സഹകാരികളായ ജൂനിയേഴ്സും നേഴ്സസും ഒക്കെ ഉണ്ടല്ലോ. അവർ സത്യത്തിൽ ഈ മനുഷ്യന്റെ പ്രാണന് വേണ്ടി പടവരുതി സ്വന്തം ശരീരവും ഭക്ഷണവും ഏകാഗ്രതയും മുഴുവൻ സുഖങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കാത്തിരിക്കുമ്പോൾ അവരാ പ്രൊഫഷനെ ആസ്വദിക്കുകയാണ്. അങ്ങനല്ലേ ചിലതരം തൊഴിലുകൾ? അങ്ങനെയാന്നേ. ചാരിതാർത്ഥ്യം കിട്ടുന്ന, സംതൃപ്തി കിട്ടുന്ന ചിലതരം തൊഴിലുകൾ. സ്തോത്രം.
ഇതുപോലൊരു വലിയ പ്രവൃത്തി യേശു ചെയ്യുക. നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി തരാൻ പോകുമ്പോൾ ഒരു ചാരിതാർത്ഥ്യം, ഒരു സംതൃപ്തി, ആ സംതൃപ്തി നമ്മളിലും വാഴട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കുന്ന ആ സംതൃപ്തി നമ്മളിൽ വ്യാപരിക്കട്ടെ. പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മുടെ സംതൃപ്തിയെ നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മുടെ സുഖത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മുടെ ആശ്വാസങ്ങളെ മുഴുവൻ നഷ്ടപ്പെടുത്തി കൊടുക്കളയുന്ന 100,000 ശബ്ദങ്ങൾക്ക് നടുവിൽ നമുക്ക് അവനോട് ചേർന്നിട്ട് പറയാം, നാഥാ, അങ്ങയോടൊപ്പം നിൽക്കുന്നത് എനിക്കെന്തൊരു ചാരിതാർത്ഥ്യം, എനിക്കെന്തൊരു സംതൃപ്തി. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നതാണ് എൻ്റെ അഭിമാനം. ഞാൻ നിന്റെ കൂടെ നിൽക്കാം, നിനക്കൊപ്പം വരാ. ആളുകളൊക്കെ ഓർത്തതേ, ആഴ്ചകൾക്കപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് യേശു യെരൂശലേമിലേക്ക് വരുമ്പോൾ മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച ആളുകളുണ്ട്. ഹോസന്ന, ഹോസന്ന, ഹോസന്ന. ആ പ്രകടനപരതയാണ് ആത്മീയതയെന്ന് ചിന്തിച്ചപ്പോൾ അതൊന്നും അല്ലെന്നേ. ക്രൂശ് ചുമക്കാൻ വ്യഗ്രത കാട്ടിയ ശിമയോന്റെ സമർപ്പണം പോലെ അത്രയൊന്നും മനോഹരമല്ല. അങ്ങകലെ കണ്ട ആ ശബ്ദമെങ്കിൽ, ആ ഉച്ചാരണമെങ്കിൽ നമുക്കും പറയാം, ഇതിൽ എനിക്ക് ശിമോനെ പോലെ ഞാനിതാ എൻ്റെ തോൾ നിനക്ക് വിട്ടുതരുന്നു. ആ തോളിലേക്ക് ഈ മരക്കുരിശ് എടുത്തു വെക്കുമ്പോൾ യേശു ശിമോനെ ഒന്ന് നോക്കിയിട്ടുണ്ട്. എഴുതിയിട്ടില്ല. യേശു ശിമോനെ നോക്കുന്നു. ആ മുഖത്തു നിന്ന് ഈ മനുഷ്യൻ ചെയ്ത വലിയ പ്രവൃത്തി നിമിത്തം നന്ദി കൂട്ടുകാരാ, നന്ദി. ഇത്തരമൊരു നന്ദി തമ്പുരാന്റെ പക്കൽ നായുസിൽ എപ്പോഴെങ്കിലും പ്രാപിച്ചോണം. പ്രാണൻ പിരിയും മുമ്പ് മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ക്രൂശ് ചുമക്കുന്നതിൽ അപാകതയുണ്ടെങ്കിൽ എല്ലാ കുറവും തീർത്ത് ആ ക്രൂശന്റെ ചുമലിൽ വെക്കാൻ അടിയനെ സമർപ്പിക്കുന്നു പറയാൻ ആർക്കാണ് സാധിക്കുക? ഈ ചുമൽ അതിനുള്ളതാ, ഈ ശബ്ദം അതിനുള്ളതാ, ഈ കരം അതിനുള്ളതാ, ഈ ശരീരം അതിനുള്ളതാ. ഒരു പുതിയ ആത്മസമർപ്പണത്തിന് ഇന്ന് ആര് തയ്യാറെടുക്കും? അവരിലൂടെയാ ഈ ദേശത്തിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുന്നത്. നിങ്ങളെ ഹൃദയത്തിൽ ഗ്രസിക്കുന്ന 100,000 പ്രശ്നങ്ങളുണ്ട്, നാട് കടന്നു പോകുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള വ്യഥകളുണ്ട്, കുഞ്ഞുങ്ങളെ ചൊല്ലിയുള്ള ആകുലതകളുണ്ട്. പക്ഷേ ഈ ചുമലൊന്ന് വിട്ടുകൊടുക്ക്. ക്രൂശ് ചുമക്കാൻ സ്ഥിതിഗതികളെ മുഴുവൻ അടിമുടി മാറ്റി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് പറയണം, തീർച്ചയായും ഞാൻ ആ പ്രവൃത്തി കണ്ടേ മടങ്ങൂ. കണ്ണടയ്ക്കും മുമ്പ് ആ ക്രൂശിന്റെ മഹിമ എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ സമൂഹത്തിൽ രൂപപ്പെടുന്ന കണ്ടിട്ട് കണ്ണടയ്ക്കാൻ ഒരു ഭാഗ്യം, ആ ഭാഗ്യകരമായ ജീവിതം കാക്ഷിക്കാൻ വേണ്ടി നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം, സമർപ്പിക്കാം. പ്രിയരേ, ഇയാൾ വന്ന് ഈ മരം എടുത്തു, കുറെ ദൂരം നടന്നു. അപ്പോഴവന് മനസ്സിലായ, കാണുന്ന പോലെ എളുപ്പമല്ല ക്രൂശ് ചുമക്കുന്നതേ. ഇത്ര നാളെ അവനോർത്ത് മുഖം വെച്ചുകൊണ്ട് നിലമുഴുത കഷ്ടപ്പെട്ട ആ തൊഴിൽ ഏറ്റവും വലിയ കഠിനമെന്ന് തോന്നി. ജീവിതത്തിൽ ആദ്യമായി അവൻ ക്രൂശിന്റെ കനം മനസ്സിലാക്കി. നമ്മളും ജീവിതത്തിൽ എത്ര തവണ ക്രൂശിന്റെ കനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കനം അമരുമ്പോഴൊക്കെ തോന്നും, ഞാൻ ഇട്ടിട്ട് പോകും, വയ്യ, ഞാൻ പരാജയപ്പെടും, വയ്യ. സത്യമാ, ഈ ശരീരം വെച്ച്, ഈ മനസ്സ് വെച്ച്, ഈ അവസ്ഥ വെച്ച് ചുമക്കാൻ പറ്റുന്ന ഭാരമല്ല, അതിലും കനമുള്ള കുരിശ. അപ്പോഴൊക്കെ പറയണം, ഈ ക്രൂശന്റെ പ്രശംസ, ഈ ക്രൂശന്റെ പ്രശംസ. ഇത് ഞാൻ വഴിയിലിടില്ല, ഇത് ഞാൻ താഴെയിടില്ല. ഈ ക്രൂശന്റെ പ്രശംസ അവസാന ശ്വാസം വരെ ഈ ക്രൂശിന് വേണ്ടി, ക്രൂശിതന് വേണ്ടി, ക്രൂശിക്കപ്പെട്ടവന് വേണ്ടി എരിഞ്ഞു ശോഭിക്കാൻ ഈ രാത്രി നമുക്ക് നമ്മളെ സമർപ്പിക്കണം. സ്തോത്രം. പ്രിയരേ, ശിമയോൻ അധിക ചുവട് നടക്കാനായില്ല. കൂട്ടുകാരാ, ഇനി തന്നാട്ടെ. എന്തിനാ ഇത് പങ്കിട്ടെന്നറിയണ്ടേ? നാളെ ഒരിക്കലെങ്കിലും നീ ഒരാളെങ്കിലും എൻ്റെ കനം പറയുമല്ലോ, ഈ അനുഭവം ഒരിക്കലെങ്കിലും പറയല്ലോ. അപ്പോഴൊക്കെ നിനക്ക് ആസ്വദിക്കാൻ, തിരിച്ചറിയാൻ ലോകത്തിനൊരു മാതൃകയായി ഞാൻ നിന്നെ കണ്ടിരിക്കുക. എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത അതാ. വഴിയോരത്ത് വെറുതെ നിൽക്കുന്നവരെ, മത്സ്യം പിടിച്ചൊന്നും കിട്ടാതെ നിരാശരായവരെ, ജീവിതത്തിലൊരു സന്തോഷമില്ലാത്തവരെ, നീ എൻ്റെ ഒപ്പം വാ. ആ ശബ്ദം കേട്ട് വന്നവർക്കാർക്കും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല. വിജയം നമ്മുടേതാ. ഇപ്പോഴത്തെ പരാജയങ്ങൾ കണ്ടിട്ടേ തലകുനിച്ചു കൊടുക്കരുത്. ഇത് ക്രൂശ് ചുമന്ന തോളാണെങ്കിൽ, ക്രൂശിനെ പ്രസംഗിച്ച നാവാണെങ്കിൽ, ക്രൂശിന് വേണ്ടി അധ്വാനിച്ച ഹൃദയമാണെങ്കിൽ, ഒരു കാര്യം ഉറപ്പ്, എവിടെയും തലകുനിക്കാത്ത നിശ്ചയദാർഢ്യത്തോടെ ഞാൻ വീണ്ടും ഈ ക്രൂശ് ചുമക്കും. ഈ ക്രൂശാണെന്റെ പദവി, ഈ ക്രൂശാണെന്റെ വില, ഈ ക്രൂശാണെന്റെ ശക്തി. പ്രിയരേ,
അദ്ദേഹം വീട്ടിൽ ചെന്നു. തോളനക്കാൻ വയ്യ. ഭാര്യയും മക്കളൊക്കെ കാണും. അലക്സാണ്ടറും രൂപോസും എന്ന് പറഞ്ഞിട്ട് മക്കളൊക്കെ ഉണ്ട്. അപ്പം അവര് പപ്പ വരുന്നത് നോക്കി നിൽക്കില്ലേ. നമ്മുടെയൊക്കെ പൂർവ്വകാലത്ത് ഇങ്ങനെ എത്രയോ അപ്പൻ വരുന്ന കാണാൻ ഇങ്ങനെ കാത്തു നിന്നവരാണ് അല്ലേ. അപ്പൻ്റെ ആ വരവ് അതും കാത്തിങ്ങനെ മുറ്റത്ത് നിർവികാരതയോടെ നമ്മൾ നിന്നൊരു കാലം. അപ്പൻ അടുത്ത് വരുമ്പോൾ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നൊരു കാലം. ആ അപ്പൻ പിന്നെ നമ്മളെ കാത്ത് വരുന്നതെല്ലാം നമ്മളെന്ന് കരുതി സിറ്റൗട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന നിരാശയൊരു കാലം അപ്പൻ വരും. ക്ഷമിക്കണം, ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്തൊരു കാര്യം കണ്ടു. ഈ വീട്ടിൽ ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ വഴിയിൽ ആളുകൾ വെച്ചിരിക്കുകയാണ്. ആവശ്യക്കാർക്ക് എടുത്തുകൊണ്ട് പോവാം. ഇതുപോലൊക്കെ നമ്മളെ വെക്കുന്നൊരു കാലം വരും. ഫ്രീയാ കൊണ്ടുപോയിക്കോളാൻ പറയും അല്ലേ. പിന്നെ ബോണസ് പോലെ പപ്പായ കൊണ്ടുവന്നവർക്ക് മമ്മി ഫ്രീ, ഇങ്ങനെയൊക്കെ വരുന്നൊരു കാലം വരും. അപ്പോൾ അന്നേ നമ്മൾ നിൽക്കണമെങ്കിൽ, ഇതൊന്നും കണ്ട് ഭയപ്പെടാതിരിക്കണമെങ്കിൽ ക്രൂശ് അങ്ങ് ചുമന്നാൽ മതി. നമ്മുടെ വഴി അതാണെന്നേ. നമുക്കുള്ള വിടുതൽ ആ വഴിക്കാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ മനുഷ്യൻ സാക്ഷി പറയുക. വെള്ളം വേണ്ട. ഈ മനുഷ്യൻ സാക്ഷി പറയുക. മക്കളും ഭാര്യയും ചോദിച്ചു, എന്തു പറ്റി? ഈ കഴുത്തനക്കം വയ്യ. പുറത്ത് വേദനയുണ്ടെങ്കിലും മുഖത്ത് നല്ല സന്തോഷം. ഒരു വല്ലാത്ത തൃപ്തിയാണ് ആ മനുഷ്യൻ്റെ മുഖത്ത്. യേശുവിനെ സ്വീകരിച്ച മനുഷ്യൻ്റെ മുഖത്തെ സംതൃപ്തി പോലെ മറ്റൊന്നുമില്ല. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച അന്നായിരുന്നില്ലേ? ആത്മനിറവ് കിട്ടിയപ്പോഴല്ലേ മറ്റൊന്ന്. ഇനിയും നമ്മളെ കാത്തിരിക്കുന്നു പുനരാഗമനത്തിൻ്റെ ഒരു കാലം, നാം അവനെ മുഖാമുഖം കാണുന്ന മറ്റൊരു കാലം. ആ തൃപ്തിയിലേക്ക് നമുക്ക് തിരികെ പോകണം. മക്കൾ ചോദിച്ചു, അപ്പയ്ക്ക് നല്ല സന്തോഷം, പക്ഷേ കഴുത്തനക്കാനും വയ്യ. എന്താ കാര്യം? അപ്പൻ പറയും, മകനെ, ഇതുവരെ അറിയാത്തൊരു ക്ഷതം പുറത്ത് പറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊരു കുറവല്ല, അതൊരു യോഗ്യതയാ. എന്നെ ഞാനാക്കിയ യോഗ്യത ആ ക്രൂശ് ചുമന്ന തഴമ്പ. അപ്പൻ ക്രൂശ് ചുമന്ന തഴമ്പിന്റെ ആനുകൂല്യം പറ്റി ഇവിടെ വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അത് കണ്ടിട്ട് പറയാം, പഠിപ്പോ വിദ്യാഭ്യാസമോ പശ്ചാത്തലമല്ല. അപ്പൻ ക്രൂശ് ചുമന്നു, ഈ പുസ്തകം വായിച്ചു, പാട്ടുപാടി ആരാധിച്ചു. ആ തഴമ്പിന്റെ ബലത്തിലാ, ആ പ്രാർത്ഥനയുടെ ബലത്തിലാ അമ്മ ക്രൂശ് ചുമന്നു, കഷ്ടപ്പെട്ടു, ത്യാഗം സഹിച്ചു. അതിന്റെ ബലത്തിലാ അടിയൻ ഇവിടെ വന്നേ. ലോകമാസകലം സഞ്ചരിച്ചത് ആ തഴമ്പിന്റെ ബലത്തിലാണെങ്കിൽ ആ പൈതൃക ബോധത്തെ നമ്മിൽ നകറ്റാൻ വരുന്ന ഏത് ശക്തിയെയും കണ്ടിട്ട് ഭക്തൻ പറയണം, നോ, എനിക്ക് തോൽക്കാനാവില്ല. ജയിച്ചവൻ എന്റെ മുമ്പാകെ പോകയാ. ജയം ശീലമാക്കിയവൻ എന്റെ മുമ്പാകെ പോയാ. ജയാളിയായവനെയാ ഞാൻ കർത്താവെന്ന് വിളിക്കുന്നത്. തോൽവി വീണയാത്ത ആ നിശ്ചയദാർഢ്യത്തിന്റെ മുമ്പിലേ തലകുനിക്കാൻ എനിക്ക് സാധിക്കൂ. ഈ രാത്രി നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം, മഹത്വമർപ്പിക്കാം. സകല മഹത്വമർപ്പിച്ചിട്ട് പറയണം, അങ്ങാണ് എന്റെ പ്രത്യാശ, അങ്ങാണ് എന്റെ പ്രതീക്ഷ, അങ്ങാണ് എന്റെ സർവസ്വം. ഹല്ലേലൂയ. തോളനക്കാൻ വയ്യാത്ത ആ മനുഷ്യൻ്റെ അരിയിൽ വന്നിട്ട് ഭാര്യ ചോദിച്ചിട്ടുണ്ടാവും, എന്നോടെങ്കിലും പറ, അങ്ങക്ക് എന്താ പറ്റിയേ? തോളനക്കാൻ വയ്യല്ലോ. ഇതുവരെ കാണാത്ത ചില പാടുകൾ പുറത്ത്, ഉരഞ്ഞുരഞ്ഞു മുറിവ്, ചോര അതിലൂടെ പതുക്കെ ഒഴുകുന്നുണ്ട്. എന്നിട്ടും അങ്ങക്ക് സന്തോഷം. യജമാനൻ തല്ലിയോ? എന്താ പറ്റിയേ? വേച്ചു വിറച്ച് വീണോ? അല്ല, അതൊന്നുമല്ലാത്തൊരു സുഖം. എന്താണെന്നറിയണ്ടേ? ഞാനിന്നൊരുവന്റെ ക്രൂശ് ചുമന്നു. അവർ ഭയന്നുപോയി. കാരണം ശാപം കുടുംബത്തിലേക്ക് വരുമെന്ന് ചിന്തിച്ചു വെച്ച ഇടത്ത് പറയാ. ആരുടെ ക്രൂശാന്നറിയണ്ടേ? നസ്രായനായ യേശുവെന്ന് ദൈവപുത്രന്റെ ക്രൂശ്. പലർക്കും കിട്ടാത്ത ഭാഗ്യം. പത്രോസ്, താങ്കൾ എവിടെ പോയി? യോഹന്നാൻ, താങ്കൾ എവിടെ പോയി? യാക്കോബ്, താങ്കൾ എവിടെ പോയി? നിങ്ങളായിരുന്നില്ലേ ഇത് ചുമക്കേണ്ടത്? നാളെ യേശു ഇതുപോലെ പറയാനിട വരാത്ത വിധം തോളൊന്ന് വിട്ടുകൊടുക്കാൻ എത്ര യുവാക്കൾ, എത്ര മുതിർന്നവർ, എത്ര കുഞ്ഞുങ്ങളുടെ കാത്തിരിപ്പുണ്ട്. ഇത് ഭാഗ്യമാണെന്നറിയാതെ എത്ര പേർ വിടിപ്പുണ്ട്. ഈ ക്രൂശിന് വേണ്ടി ഇതൊന്ന് ചുമക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് വിടിപ്പുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, 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 സ്തോത്രം. ജനാധിപത്യ ക്രമം അനുസരിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പദവിയുടെ ശ്രേഷ്ഠതയേക്കാൾ,
ഒരു സ്ഥാനത്തണയുന്നതിനേക്കാൾ, പ്രസിഡന്റ് ആകുന്നതിനേക്കാൾ, സെക്രട്ടറി ആകുന്നതിനേക്കാൾ, ഒന്നാമനാകുന്നതിനേക്കാൾ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു അടയാളമാണ് ഈ ക്രൂശ് ചുമന്ന പാടെങ്കിൽ ഈ പാടിന്റെ വില മനസ്സിലാക്കുന്ന എപ്പോഴാണെന്ന് അറിയണ്ടേ? ഈ അടയാളത്തിന്റെ വില ഒരു ശത്രുവിനും ആയുധം വെച്ച് തോൽപ്പിക്കാനാവാത്ത വിധത്തിൽ അത് പ്രബലമായ ഒരു പ്രതിരോധം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ടവൾ പറയുക, ഇതേ ഞാൻ നസ്രായന്റെ ക്രൂശ് ചുമന്നു. ആ ക്രൂശിൽ ചുമന്ന ആ തോളിൽ അവൾ തൊട്ട് കാണും, മക്കളും വന്ന് തൊട്ട് കാണും. മരിച്ചാലെന്താ? അങ്ങ് ചുമന്ന ക്രൂശി ഉലകത്തെ മുഴുവൻ വീണ്ടെടുക്കാൻ ഇഹലോകത്തിൽ വന്നവന്റെ അല്ലേ? ഞാൻ പറയും, ഒന്നാമനായ പത്രോസിനേക്കാൾ, ബിലോവഡ് വണ്ണെന്ന് വിളിക്കപ്പെട്ട പ്രിയ ശിഷ്യനെന്ന് വിളിക്കപ്പെട്ട യോഹന്നാനേക്കാൾ, യേശുവിനെ ദീർഘദർശനം ചെയ്ത ദാനിയേലിനേക്കാൾ, സ്ത്രീകളെ നിരിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യനായ യോഹന്നാനേക്കാൾ ഇതാ ശിമോൻ മാറ്റുരയ്ക്കപ്പെട്ടവനായി മാറുന്നു, വിലപിടിപ്പുള്ളവനായി മാറുന്നു. ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു റൂഫോസ് ഉണ്ടല്ലോ, അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ ഇന്ന് തുർക്കി എന്നറിയപ്പെടുന്ന അന്നത്തെ ഏഷ്യ മൈനറിലെ ഏറ്റവും വലിയ ചർച്ച്, പോളികാർപ്പിൻ്റെ ഒക്കെ ചർച്ച, പിൽക്കാലത്ത് ആ ചർച്ചിൻ്റെ പരമാധ്യക്ഷനായി ആ സ്ഥാനത്ത് അദ്ദേഹത്തെ നിർവികാരതയോടെ ഏതോ വയലിൽ തലചുറ്റി ചോര തുപ്പി മരിക്കേണ്ട അപ്പൻ്റെ മകൻ ആ സ്ഥാനത്ത് ചെന്നെത്തി നിൽക്കുമ്പോൾ ഈ ഖ്യാതി നാടങ്ങും പരന്നു. ക്രൂശ് ചുമന്നവൻ്റെ പേര് ഒരു പോസ്റ്ററിലും വെക്കാതെ, ഒരു ഫ്ലെക്സിലും വരാതെ, ഒരു ഫ്ലെയറിലും വരാതെ ആ ഖ്യാതി പരന്നപ്പോൾ ധനനായ പൗലോസും കേട്ടു, ക്രൂശിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരുവൻ. പൗലോസ് ലേഖനം എഴുതുന്നു പറയാ, പിൽക്കാലത്തെ കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ് അവന് വന്ദനം പറയണം, അവൻ്റെ അമ്മയായ എൻ്റെ അമ്മയ്ക്കും വന്ദനം പറയണം. എന്താ എൻ്റെ അർത്ഥം? രൂഫോസ്, അങ്ങ് ഏത് സെമിനാറിലെ ഗ്രാജുവേറ്റാ? എത്ര ഭാഷ അറിയാം? പണ്ടേ ബൈബിൾ പഠിച്ചിട്ടുണ്ടാ? രൂഫോസ് പറയൊന്നുമില്ല, അങ്ങനൊരു യോഗ്യതയില്ല. ഒറ്റ യോഗ്യത, അറിവില്ലാത്തപ്പൻ, പഠിപ്പില്ലാത്തപ്പൻ, വയലിൽ വീണ് മരിക്കേണ്ട അപ്പൻ ഭാഗ്യവശാൽ ഈ ക്രൂശ് ചുമന്നു. അപ്പൻ ചുമന്ന ക്രൂശിൻ്റെ ആനുകൂല്യം മാത്രം. അങ്ങനെ വന്ന പ്രിയപ്പെട്ടവരുണ്ട്, അത് സമ്മതിക്കാൻ മടിക്കണ്ട. മറ്റൊന്നുകൂടി ചെയ്തിട്ടേ പോകാവൂ. എൻ്റെ തലമുറയ്ക്ക് ബാങ്ക് ബാലൻസിനേക്കാൾ, മറ്റെന്തെങ്കിലും അമ്പര ചുംബികളെക്കാൾ, കുറെ സ്വത്ത് നേടുന്നതിനേക്കാൾ വിലപിടിപ്പുള്ളതായി എനിക്ക് ശേഷിപ്പിക്കാനുള്ളത് ഈ ക്രൂശ് ചുമക്കാനുള്ള സന്നദ്ധതയാ. ഈ ക്രൂശ് ചുമക്കാനുള്ള സന്നദ്ധത നമ്മളെ എപ്പോഴും പുതുമയുള്ളവരാക്കും, നമ്മളെ എപ്പോഴും കരുത്തുള്ളവരാക്കും, നമ്മളെ എപ്പോഴും ശക്തിയുള്ളവരാക്കും. സ്തോത്രം. ഞാൻ എൻ്റെ ഉപസംഹാരം ഇങ്ങനെ പറയാം. ഇങ്ങനെ പോയി പൗലോസ് അവസാനം ചെന്നു വിട്ടത് ഒരു റോമൻ ജയിലിലാ. എത്രയോ ജയിലുകളിൽ പോയി, ഒരു റോമൻ ജയിലിൽ. ഈ ജയിലുകൾ കാണേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ അവസരമുണ്ടെങ്കിൽ പോകണം. ഗുഹകൾ കുഴിയുണ്ടാക്കി ജയിലാക്കി മാറ്റിയിരിക്കുക. ഗുഹയ്ക്കകത്ത് കയറിയിട്ട് അവിടെ കുഴിച്ച് ഒരു 20 അടി താഴ്ച കുഴിക്കും. ചെറിയ വിസ്തൃതിയുള്ളൂ. അതിങ്ങനെ തൂക്കനെയാണ്, പിടിച്ചു കയറാനൊന്നും വയ്യ. ചങ്ങല ഇങ്ങനെ ഇട്ട് താഴേക്ക് ഇറക്കുകയാണ്. കിടക്കാനും പുതയ്ക്കാനും ഒക്കെ ആയിട്ടൊരു ചാക്ക് കഷണം. ഓരോരുത്തർ കുഴി കാണും ദിനകൃത്യങ്ങൾ ചെയ്യാൻ. അതുവഴി ഒരു ഓവുചാല് വെട്ടിവെച്ചിട്ടുണ്ട്. ആ വെള്ളയിൽ ഒഴുക്കി വിടും. അവിടെയാണ് അപ്പോസ്തലനെ കൊണ്ടിട്ടിട്ടുള്ളത്. അവസാനം അവിടെ ചെന്ന് കിടക്കുന്നത്. അത് ക്രൂശ് ചുമക്കുന്നതിൻ്റെ മറ്റൊരു വേർഷനാണ്. അവിടെ ചെന്നു ആ കിടപ്പിൽ കിടക്കുമ്പോൾ അതേ ഒരു കാഴ്ച കാണുക. ഈ കിടപ്പിൽ തൊട്ടപ്പുറത്തെ ഭിത്തിയിൽ കൊണ്ട് റോമിലെ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിൻ്റെ ശിക്ഷ എഴുതി വെച്ചിട്ട് പോവാ. എല്ലാ അപ്പീലും തള്ളി. തർസോസിലെ ശൗൽ എന്ന് വിളിപ്പേരുള്ള താങ്കൾ, പൗലോസ് എന്ന താങ്കൾ, അങ്ങ് ഫേലിക്സിന്റെ കോർട്ട് മുതൽ ഹെരോദാവിന്റെ കോടതി മുതൽ പലതരം കോടതികളിൽ നിങ്ങളുടെ വ്യവഹാരം നടന്നൊടുവിൽ താങ്കൾ കൈസറെ അഭയം ചെല്ലുന്നു എന്ന സുപ്രീം കോടതിയിൽ പോകാനുള്ള ആ താല്പര്യം പരിഗണിച്ച് കൈസറരിയിൽ അപ്പീലെത്തി. താങ്കളുടെ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്ത് നിരോധിക്കപ്പെട്ട
ക്രൂശിനെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും പ്രസംഗിച്ചു. തിരുത്താൻ പല ആവർത്തി അവസരം കിട്ടിയിട്ടും തിരുത്താതെ അതിൽ തന്നെ അടിയുറച്ചു നിന്നതുകൊണ്ട് നിങ്ങളെ ഈർച്ചവാളിനാൽ കൊന്നുകളവാൻ ഇതിനാൽ ഉത്തരവായിരിക്കുന്നു. കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ട് പോയി. റോമിലൊരു ഭീകരമായ കാര്യങ്ങളുണ്ട്. ഒട്ടിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ ശിക്ഷയല്ല, ചിലപ്പോൾ ഇത് കാലം മുമ്പോട്ടങ്ങ് പോവും. ഈ തണുപ്പ് കാലത്ത് ക്രൂശിക്കാൻ പ്രയാസ. നിങ്ങൾക്ക് ഇവിടുത്തെ തണുപ്പിനെ പറ്റി അറിയാമല്ലോ. അവിടെ കൊണ്ട് ക്രൂശിക്കാൻ പാടാ. ഒത്തിരി പേരെ ഒരുമിച്ച് ക്രൂശിക്കുകയോ വെട്ടുകയോ ചെയ്യണം. സമയമെടുക്കും. രണ്ടുപേരിങ്ങനെ കാത്തു വെക്കും. അപ്പോൾ ഓരോ ദിവസവും ഇത് കണ്ട് തൻ്റെ മരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. നാളെ മുതൽ എപ്പോൾ വേണമെങ്കിലും ക്രൂശ് മരണം നടക്കാം. ഇങ്ങനൊരു ഉത്തരവ് കിട്ടിയാൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ച്. നിസാര സ്കാനിങ് റിപ്പോർട്ട് വന്നാൽ മതി, നമ്മളിവിടെ കിടന്ന് ബഹളാ ചെറിയൊരു കാര്യം കണ്ടാൽ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു പാട്ടിലെ നമ്മളൊരു അടവ് മനസ്സിലായത്. തീച്ചുള്ള സിംഹക്കുഴി, പൊട്ടക്കിണർ മരുഭൂ, ജയിലറ ഈർച്ചവാളോ, മരണമോ വന്നിടട്ടെ. പിന്നെ ബുദ്ധിപൂർവ്വം നമ്മൾ പാടുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? നിന്മനം ഇളകാതെ നിന്മനം പതറാതെ എന്ന്. എൻ്റെ കാര്യമല്ലത്. എന്മനം ഇടറാതെ എന്നാണെങ്കിൽ നമുക്ക് പേടിക്കണം. ഇപ്പം പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? നിന്മനം. നാട്ടുകാരോട് പറയുകയാണ്. നാട്ടിലൊക്കെ ഒരു സംഭവം ഉണ്ട്. ഈ ബസ്സിൻ്റെ പുറയിൽ സ്പീഡ് ലിമിറ്റ് ഇൻ ടൗൺ 35 കിലോമീറ്റേഴ്സ് കൂടുതൽ ഓടിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. നാട്ടിൽ വന്നാൽ കാണാം ഇതെല്ലാം വണ്ടിയുടെ പിന്നിലാണ്. അതിൻ്റെ അർത്ഥം പുറകെ വരുന്ന ഡ്രൈവർ ഇത് കണ്ട് മര്യാദയ്ക്ക് വരണം. ഞാൻ എൻ്റെ സ്പീഡിൽ ഇടി കിട്ടാതിരിക്കണേ, അതാ വഴിയുന്നാണ്. ഇതുപോലെയാണ് നമ്മൾ. അപ്പോൾ ഈ മനുഷ്യനെന്ത് വായിച്ചിട്ട് ഒരു മനസ്സും പതറിയില്ല. ആ കിടപ്പിൽ എഴുതുന്ന 3 ലേഖനം, 1-2 തിമോഥെയോസ്, തിത്തോസ്. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു വേദനയുടെ ചെറിയ പ്രതിഫലനം പോലും ഇതിലങ്ങ് എഴുതിയിട്ടില്ല. എന്തൊരു ഉന്മാദം, എന്തൊരു ആനന്ദം, എന്തൊരു ശക്തി ആ വാക്കുകൾക്കെന്നറിയണ്ടേ? ആ ക്രൂശിൽ കിടക്കുന്നവൻ്റെ അതേ ശക്തി അവിടെ കിടന്ന് പ്രാപിച്ചിട്ട് ഈ ഒട്ടിച്ചു വെച്ചവൻ്റെ ബോർഡും ഒക്കെ വായിച്ചിട്ട് പണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ താൻ തന്നെ എഴുതിയ വാക്യം ഓർമ്മ വന്നു. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാവം, പാവത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഈ കിടപ്പില് ഒരു കാര്യം ആവശ്യപ്പെടുക. നമ്മളൊക്കെ എന്തായിരിക്കും ഈ മരണസമയത്ത് ആവശ്യപ്പെടുന്നത്? അതൊക്കെ ഓർത്ത് ഇപ്പോഴേ പ്രാർത്ഥിച്ചോണം. ആദ്യം ഇതും പിച്ചുതരമൊക്കെ വിളിച്ചു പറയാതിരിക്കാൻ പ്രാർത്ഥിച്ചോണം. വലിയ കാര്യമൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? അങ്ങനെയാ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് എനിക്കോ ഈ ഗതി പറ്റി, മക്കളെ ഇത് ഇങ്ങനെ സംഭവിക്കില്ലെന്നൊന്നല്ല പറയുക. എന്നിട്ടും പോരാടാനുള്ള ആവേശം കൊണ്ട് തിമോഥെയോസിനെ വിളിക്കുക. കുഞ്ഞെ, നിന്നെ എനിക്കൊന്ന് കാണണം. വേറെ ബന്ധുക്കളൊന്നും ഇല്ല മനുഷ്യനെ. കാണാൻ ആഗ്രഹിച്ച ഒരേ ഒരാളാ. വരുമ്പോൾ നമ്മുടെ സുവിശേഷം എഴുതിയ മാർക്കോസിനെ കൊണ്ടുവരണം. പണ്ട് പിരിഞ്ഞു പോയതാ, നിങ്ങൾക്കറിയാം അതൊക്കെ. ആ കൂടെ പൗലോസ് ആവശ്യപ്പെട്ട ഒരേ ഒരു ഭൗതിക വസ്തു എന്താണെന്ന് അറിയണ്ടേ? ഞാൻ കർപ്പോസിൻ്റെ പക്കൽ വച്ചിട്ട് പോകുന്ന പുതപ്പ്, പുസ്തകം, ചർമ്മലിഖിതം. അതിലേറെ കൊടുക്കാൻ മനസ്സുള്ള തിമോഥെയോസിനോട് പറയുക, ആ കീറപ്പുതപ്പ് അതും കൊണ്ട് വരണേ. എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്ത മനുഷ്യരാകുന്നേ നമ്മളൊക്കെ, എല്ലാവരും അല്ല. അപ്പോഴൊക്കെ ഈ മനുഷ്യന് ഈ കീറപ്പുതപ്പും എഴുതാൻ വെച്ച ലിഖിതങ്ങളും ആ ചർമ്മലിഖിതങ്ങളും അതും കൊണ്ട് വരണേ. ഈ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ചങ്ങല, ഈ കയ്യിൽ നിന്ന് അടുത്ത കാലിലേക്ക് ചങ്ങല എക്സാകൃതിയിൽ ഇട്ടിരിക്കുക. അതും ഈ ഉയരത്തേക്കാൾ കുറവാണ്. ആള് കുനിഞ്ഞു നിൽക്കണം, കിടക്കുമ്പോഴും ഒക്കെ അങ്ങനെ നിൽക്കണം. ഈ കൈ കൊണ്ട് വേണം എഴുതാൻ. ഇങ്ങനെ എഴുതി പ്രാപിച്ച ഒരു ഗ്രന്ഥം കൊണ്ടാണ് നമ്മളിവിടെ വന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ത്യാഗസന്നദ്ധരായ ഇത്ര മനുഷ്യരുടെ കഥ പറയുമ്പോൾ ദൈവാസന്മാരോട് പറയാറുണ്ട്, കിട്ടിയതിൽ സംതൃപ്തി അടയാൻ കഴിയാത്ത മനുഷ്യരെ പലപ്പോഴും നമ്മളീ. സ്തോത്രം. ഈ റോമാലേഖനമൊക്കെ എഴുതാൻ വരുന്നൊരു മനുഷ്യനുണ്ട്, തെർത്തോസ്. ഈ ഡിക്റ്റേഷൻ കൊടുത്ത് എഴുതിക്കുക. ഇവിടെ കിടന്ന് വിളിച്ചു പറയുക, ഈ കുഴിക്കകത്തെന്ന് പറയുന്നത് കേട്ടെഴുതാൻ ഒരുത്തം കരയ്ക്ക് നിൽക്കുകയെന്ന്. ഇവിടുന്ന് എഴുതണം. പിരിയാൻ നേരം ഒരു വണ്ടിക്കൂലിക്ക് കാശ് കൊടുക്കാൻ പൗലോസിൻ്റെ ഇല്ല. ചർമ്മലിഖിതങ്ങളുടെ കെട്ടും കൊണ്ട് വരണം. ഇത് വേണം എഴുതാൻ. ഇങ്ങനെ പ്രാപിച്ചൊരു പുസ്തകം. ടിയ കൊടുക്കാനില്ല, ഡിയ കൊടുക്കാനില്ല. എന്നിട്ട് ആജ്ഞ അവിടെ കിടന്നുകൊണ്ട് പറയാണേ, നീ ഇതുകൊണ്ട് ലവോദിക്ക് കൊടുക്കണം, അവിടെ നിന്നെടുത്ത് കൊടുക്കണം. നമ്മളാണെ അന്നേരം ഇട്ടിട്ട് വച്ചാൽ കഴിഞ്ഞ മാസം പോയിൻ്റെ ക്യാഷ് ഇതുവരെ കിട്ടിയിട്ടില്ല.
എന്തു വച്ചാൽ ഞങ്ങൾ മനുഷ്യരല്ലേ, മക്കളൊക്കെ ഉള്ളല്ലേ. എന്തെല്ലാം കാര്യങ്ങളാ പറയാതെ പറയുന്ന, ആവശ്യങ്ങൾ പറയുന്ന മനുഷ്യര്, നേരിട്ട് പറയുന്ന മനുഷ്യര്. ഇങ്ങനൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ സ്ഥലം ഇവിടെ കിടന്നുകൊണ്ടേ ഒരേ സമയം ജയിലും ഹെഡ് ക്വാർട്ടറും ഒക്കെയാക്കി മാറ്റിക്കൊണ്ടേ ആജ്ഞ കൊടുക്ക ഇവിടെ കിടന്ന അപ്പോസ്തലൻ. എന്നിട്ടേ താൻ അനുഭവിക്കുന്ന സകല ത്യാഗത്തിനും ഉത്തരമായി പറയാ, ക്രൂശെനിക്ക് പ്രശംസയാ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇന്നിവിടം വിട്ടു പോകുമ്പോൾ ഈ വിധ ചിന്ത ഹൃദയത്തെ ഭരിക്കട്ടെ. ഇതിന്റെ എൻഡിങ് കാലമേറെ കഴിഞ്ഞ്, തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞ് കാണാൻ വരിക തിമത്യോസും ഒക്കെ. ഈ കൗണ്ടറിൽ ഒരു കാവലാൾ നിൽപ്പുണ്ട്. അദ്ദേഹത്തോട് പറയും, ഞങ്ങൾ ഇന്നതിന് വന്ന പൗലോസ് എന്ന വെളിപ്പേരുള്ള ശൗലിനെ കാണണം. നിങ്ങളുടെ പേര് തിമത്യോസ്, ഇത് മാർക്കോസ്. കാര്യമെല്ലാം കേട്ടിട്ട് അയാൾ പറയാ, തിമത്യോസ്, താമസിച്ചു പോയി തിമത്യോസ്. ഇന്ന് പ്രഭാതത്തിൽ 4 മണിക്ക് നിന്റെ ഗുരുവടക്കമുള്ള നിരവധി പേരെ ചങ്ങല ധരിപ്പിച്ച് താഴെ അങ്ങകലെ മലകൾക്കടിയിൽ കാണുന്ന 3 നീരൊഴുക്കുകൾ ഒരുമിച്ച് സംഗമിക്കുന്നൊരു കൊലക്കളമുണ്ട്. അവിടെ ഈർച്ചവാളിനാൽ കൊല്ലാൻ കൊണ്ടുപോയി. 2 മരങ്ങളിൽ മനുഷ്യന്റെ ശരീരം തലകീഴായി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് കാലുകൾക്കിടയിലൂടെ തടിയിറക്കുന്ന വാളുകൊണ്ട് അറുത്ത് 2 പീസാക്കുന്ന മാരക ശിക്ഷയ്ക്ക് ഇതുവഴി കടന്നുപോയി. കൂടെയുള്ള മനുഷ്യരൊക്കെ ചീത്ത പുലമ്പി പുലഭ്യം പറഞ്ഞ് ആക്രോശിച്ച് ഇതുവഴി പോകുമ്പോൾ നിന്റെ ഗുരുവിന്റെ മുഖത്തു മാത്രം ആരെയും അമ്പരപ്പിക്കുന്ന ഒരു ആഹ്ലാദം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന ആ ചൈതന്യത്തിന്റെ മാനസികാവസ്ഥ. അതുകൊണ്ട് ക്രൂശ് ഒരു പരാജയമല്ല, ആ ക്രൂശ് ഒരു വിജയമാണ്. നമുക്കിന്ന് രാത്രി ഈ ക്രൂശിനെ ഏറ്റെടുക്കണം, ഈ ക്രൂശ് തന്നെ പ്രസംഗിക്കണം, ഈ ക്രൂശിന് വേണ്ടി പാടണം. പാടുന്ന, പ്രസംഗിക്കുന്ന, ക്രൂശിന് വേണ്ടി ജീവിക്കുന്ന അവസാന ദിവസം ഇന്നെങ്കിലും നമുക്ക് ചാരിതാർത്ഥ്യത്തോടെ പറയണം, നിന്റെ ക്രൂശന്റെ പ്രശംസയാണ്. കണ്ണുകളടയ്ക്ക, പ്രാർത്ഥനയ്ക്കൊരുങ്ങ, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്ക, പ്രാർത്ഥനയോടെ പറയാ, എനിക്ക് ക്രൂശിനെ സാക്ഷിക്കണം, എനിക്കെന്റെ യേശുവിനെ അനുഗമിക്കണം. ഞാൻ ക്രൂശ് ചുമന്നതിൽ അപാകതയുണ്ടെങ്കിൽ, കുറവുണ്ടെങ്കിൽ ആ ക്രൂശ് ചുമക്കാൻ എനിക്ക് കൃപ തരണമേ. തലമുറയ്ക്ക് വേണ്ടി ക്രൂശ് ചുമക്കണം, ക്രിസ്തുവിന് വേണ്ടി ക്രൂശ് ചുമക്കണം. ഈ ക്രൂശിന്റെ വചനം ഹൃദയത്തിലൊരു പുനഃസമർപ്പണത്തിന് പ്രേരണ തരുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെങ്കിലും അതൊരു ദൂതായി ശോഭിച്ചെങ്കിൽ, ഈ ക്രൂശിന്റെ ചുവട്ടിൽ നമ്മെ അർപ്പണം ചെയ്യാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവർക്ക് മാത്രം കരമുയർത്താൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഉയർത്തപ്പെട്ട കരങ്ങളെ കാണുന്നോ? എനിക്കെന്റെ യേശുവിന്റെ ക്രൂശ് ചുമക്കണം, അവന്റെ ശരീരത്തിലേറ്റ പീഡയിൽ കുറവായുള്ളത് എന്റെ ജീവിതത്തിൽ പൂരിപ്പിക്കണം. ഉയർത്ത കരങ്ങളെ താഴ്ത്തിയിട. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിച്ച് കർത്തദാസന്മാർക്ക് സമയം വിട്ടുകൊടുക്കുന്നു. പരിശുദ്ധനെ, ഈ പ്രഥമ രാത്രിക്കായി സ്തോത്രം. ഞങ്ങൾ ക്രൂശിനെ ഉയർത്തുന്നു, ഞങ്ങൾ ക്രൂശിതനെ ഉയർത്തുന്നു. ആ പുണ്യാക രക്തത്തിൽ പ്രശംസിക്കുന്നു. ആ പാതയെ മുമ്പോട്ട് പോകാൻ കൃപ തരണം. ആ വഴിയിലൂടെ വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാനുള്ള കൃപ സമർപ്പണം ചെയ്ത് ഞങ്ങളിലെല്ലാം നൽകണമേ. പ്രാർത്ഥന ഇട്ടുകൊണ്ട് സ്തോത്രം, യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. എല്ലാവർക്കും വന്ദനം. കർത്താവ് വചനങ്ങളാൽ